പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരിഃ ഓം. ബാഹ്യസ്പർശേഷു അസക്താത്മാ വിന്ദതി ആത്മനി യത്സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. മനസ്സ് പ്രസന്നമാവണമെങ്കിൽ രാഗദ്വേഷമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ മനസ്സ് പ്രസന്നമാവും. പ്രസന്നമായ മനസ്സിൽ ഭഗവത് ഭക്തി സഹജമായിട്ട് ഉദിക്കും. അതുകൊണ്ട് മനസ്സ് പ്രസന്നമാവാൻ മുഖ്യ സാധനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ബാഹ്യനിരോധമാണ്. ബാഹ്യേ നിരുദ്ധേ മനഃ പ്രസന്നത മനഃപ്രസാദേ പരമാത്മദർശനം തസ്മിൻ സുദൃഷ്ടേ ഭവബന്ധനാശ ബഹിർനിരോധ പദവി വിമുക്തേ. മനസ്സ് പുറം വിഷയങ്ങളിൽ ചെന്ന് പെടാതെ കാത്തു രക്ഷിക്കുകയാണെങ്കിൽ പ്രസന്നമാവും. സ്വധർമാനുഷ്ഠാനം കൊണ്ടും കുറെയൊക്കെ തന്നെ മനസ്സ് പുറം വിഷയങ്ങളിൽ പെടാതെ കാത്തുരക്ഷിക്കാൻ സാധിക്കും. അവരവരുടെ വിധിച്ചു കിട്ടിയ ധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിന് പ്രസന്നത ഉണ്ടാവും. പ്രസന്നമാവുന്ന ചിത്തം സഹജമായിട്ട് ആത്മസുഖത്തിനെ അനുഭവിക്കും. ഉദിക്കുന്ന സ്ഥലത്തില് അടങ്ങും. ഉദിക്കുന്ന സ്ഥലത്ത് ചിത്തം അടങ്ങിയാൽ ബോധം തെളിഞ്ഞു പ്രകാശിക്കും. അപ്പോ മനഃപ്രസാദത്തിനാണ് ബാഹ്യനിരോധം എന്ന് പറയണത്. അതിനിവിടെ ബാഹ്യസ്പർശേഷു അസക്താത്മാം വിന്ദതി ആത്മനി യത് സുഖം. ആത്മാവിൽ സുഖമുണ്ട്, ആനന്ദമുണ്ട് എന്നൊക്കെ എത്ര തന്നെ ശാസ്ത്രങ്ങളും ഋഷികളും ആചാര്യന്മാരും ഒക്കെ പറഞ്ഞാലും ആത്മസുഖം എന്തുകൊണ്ട് കിട്ടണില്ല? മനസ്സ് പുറത്തുപോയി വിഷയങ്ങളിൽ പലതിലും പെട്ടുകിടക്കുകയാണ്. ഇന്നലെ പറഞ്ഞ പോലെ ഉപ്പ് തുപ്പിയിട്ടില്ല. ആ ഉപ്പ് കഷ്ണം വായിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഉപ്പിന്റെ രുചിയോടുകൂടിയിട്ടാണ് വരുന്നത് മാധുര്യം. നമ്മൾക്ക് സുഖം എവിടുന്നെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സുഖമൊക്കെ തന്നെ ആത്മാവിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ആനന്ദം വേറെ എവിടുന്നും വരില്ല. പക്ഷെ അതിലിത്തിരി ഉപ്പ് കലർന്നിട്ടേ വരുന്നുള്ളൂ. അപ്പൊ മനസ്സ് പ്രസന്നമാവണമെങ്കിൽ കുറച്ചൊക്കെ മനസ്സിനെ അന്തർമുഖമാക്കി സ്വധർമ്മത്തിൽ നിർത്തിയാൽ തന്നെ കുറെ പ്രസന്നമാവും. പിന്നെ പതുക്കെ പതുക്കെ മനസ്സ് അന്തർമുഖമായി തന്റെ ഉറവിടത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ, പിറപ്പിടത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ, അതിനാണ് അന്തർമുഖം എന്ന് പേര്. അന്തർമുഖ സമാരാധ്യാം. ബഹിർമുഖ സുദുർലഭ. ബഹിർമുഖമായി ചിത്തം അലയുന്നിടത്തോളം ഈ സത്യം കിട്ടില്ല. വാസ്തവത്തിലുള്ള ഭഗവത് ദർശനം ഉണ്ടാവില്ല. മനസ്സ് അന്തർമുഖമാവുമ്പോ സ്വയമേവ സർവ ആനന്ദത്തിന്റെ ഉറവിടം തന്നിൽ തന്നെ കാണും. താൻ ഉദിക്കുന്ന സ്ഥലത്ത് ചിത്തം എവിടെ ഉദിക്കുന്നുവോ ആ ഉദിക്കുന്ന സ്ഥലത്ത് തന്നെ ചിത്തിന്റെ ദർശനം ഉണ്ടാവും. തന്റെ സ്വരൂപം എന്താണ് എന്ന് ഉള്ള അനുഭവം നമുക്ക് മനസ്സ് അന്തർമുഖമാവുമ്പോൾ ഉണ്ടാവും. ആത്മനിയത് സുഖം വിന്ദതേ. അപ്പോഴാണ് ആത്മസുഖം എന്ന് പറയുന്നത്. വിഷയസുഖം, ആത്മസുഖം. ആത്മസുഖം എല്ലാവർക്കും സിദ്ധാണ്. നമ്മൾ ദിവസം സുഷുപ്തിയില് മനസ്സ് ലയമായി ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് പറയുമ്പോൾ സുഖമായിരുന്നു എന്ന് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. സുഖമഹമസ്വാപ്സം ന കിഞ്ചിത് അവേദിഷം. വേറെ ഒന്നും അറിഞ്ഞില്ല, സുഖമായിരുന്നു. ആ സുഖം എവിടുന്ന് വന്നു? ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല, ഒന്നും അനുഭവിച്ചില്ല. എന്നിട്ട് സുഖം വരുന്നു. ആ സുഖം നമ്മളുടെ സ്വരൂപമാണ്. സുഖം അനുഭവിച്ചു എന്നല്ല നമ്മൾ പറയണത്, സുഖമായിരുന്നു. ആ സുഖം നമ്മളിൽ തന്നെ ഉണ്ട്. അതിനെ ബോധപൂർവം അനുഭവിക്കണമെങ്കിൽ ചിത്തം അടങ്ങണം, യോഗം ഉണ്ടാവണം.
സാമ്യസ്ഥിതി ഉണ്ടാവണം. മനസ്സിന് സാധാരണ ലയം, വിക്ഷേപം, കഷായം എന്നൊക്കെ ചില ദൂഷ്യങ്ങളുണ്ട്. സാധാരണ മനസ്സ് വിക്ഷിപ്തമാണ്. വിക്ഷിപ്തം എന്ന് വെച്ചാൽ ചിത്തവൃത്തികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മളുടെ യൂഷ്വൽ എക്സാമ്പിൾ കേടുവന്ന റേഡിയോ പോലെ. അതിനെ ഓഫ് ചെയ്ത് വെക്കാൻ ഒരു മെക്കാനിസവും നമ്മളുടെ കയ്യിലില്ല. ചില റേഡിയോ ഓഫ് ചെയ്താലും പാടിക്കൊണ്ടേയിരിക്കും. ഓൺ ഓഫ് ഇല്ല അതിന്. അതുപോലെ മനസ്സിന് നിർത്താനൊരു വഴിയില്ല. ചിത്തവൃത്തികൾ ഉദിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വപ്നത്തിലും ചിന്തയാണ്. നമുക്കും ഭ്രാന്തന്മാർക്കും എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ അവർ ഉള്ളിൽ വരുന്നതൊക്കെ പുറത്ത് പറയണു, നമ്മൾ പറയണില്ല, അത്രേ ഉള്ളൂ. പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്കും ഒരു ഭ്രാന്തനെ കാണാം. അപ്പോ ചിത്തവൃത്തികൾ ധാരാളം പൊന്തിക്കൊണ്ടിരിക്കുന്ന, തമിഴില് சொன்னோம்னாக்க புத்தீசல் போல, அப்படியே ஒரு புற்றுக்குள்ளேந்து இப்படி ஈச பூச்சி வரா மாதிரி வந்துட்டே இருக்கு ചിത്തവൃത്തി. ഒരു ദ്വാരത്തിൽ നിന്നും ഈ ഉറുമ്പോ അല്ലെങ്കിൽ പാറ്റയോ ഒക്കെ പുറപ്പെട്ടു വരുന്ന പോലെ ചിത്തവൃത്തികൾ ഇങ്ങനെ ഉദിച്ചുകൊണ്ടേയിരിക്കാവും. അതിനാണ് വിക്ഷേപം എന്ന് പേര്. ഡിസ്ട്രാക്ഷൻ, കോൺസ്റ്റന്റ്, എന്താ പറയാ, തിങ്കിങ് അല്ല, കോൺസ്റ്റന്റ് തോട്ടിങ്. തിങ്കിങ് എന്ന് വെച്ചാൽ വോളണ്ടറി ആണ്. ഇവിടെ തിങ്കിങ് ഒന്നുമില്ല, തോട്ടിങ് ആണ്. തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ചിത്തവൃത്തികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് മനസ്സ് ബഹിർമുഖമായ വസ്തുക്കളോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ചിത്തവൃത്തികൾ ഉദിച്ചുകൊണ്ടേയിരിക്കും. വിക്ഷേപം എന്ന് പേര്. വിക്ഷേപത്തിൽ നിന്നും മനസ്സിനെ പിടിച്ചു നിർത്തിയാൽ ലയം. ലയം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരിടത്ത് ലയിക്കും, ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അതുകൊണ്ടാണ് പലരും ധ്യാനിക്കുകയാണെന്നൊക്കെ വിചാരിക്കും, സുഖമായി ഉറങ്ങിയിട്ടുണ്ടാവും. ധ്യാനത്തിലാണെന്നൊക്കെ തോന്നും, ഉറക്കം. ചിലര് നാമജപമൊക്കെ തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കും. രാത്രി ഇത്തിരി ജപിച്ചാൽ നല്ലവണ്ണം ഉറക്കം വരും. എന്താന്ന് വെച്ചാൽ വേറെ ഒരു ചിത്തവൃത്തികളും ഇല്ലെങ്കിൽ ഉറക്കം. ഭാഗവത മഹീപതിയുടെ തുക്കാറാം ചരിത്രം പറഞ്ഞുകൊണ്ടിരുന്നല്ലോ 2 ദിവസമായിട്ട്. അതില് തുക്കാറാം നാമജപിക്കാൻ ഇരിക്കുമ്പോ തലമുടിയില് ഒരു കയറ് കെട്ടിയിട്ട് മുകളിൽ ഒരു ഇടത്ത് കെട്ടിയിടുകയാണ്. ഉറക്കം എവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് തല ഇങ്ങനെ വീണുപോയാൽ തലമുടി പിടിച്ച് വലിക്കുമ്പോൾ വേദനിക്കുമല്ലോ, അതിനുവേണ്ടി. എന്ന് വെച്ചാൽ ആ ലയത്തിൽ വീണു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നാമം ജപിക്കുമ്പോ അറിയാതെ മനസ്സ് ലയിച്ച് ഉറങ്ങിപ്പോകും. മനസ്സിന് സാധാരണ ഈ 2 വഴിയേ അറിയുള്ളൂ. ഒന്നിൽ ചിന്തിക്കും, ചിന്തിക്കണത് പിടിച്ചു നിർത്തിയാൽ ലയിക്കും. അപ്പൊ ലയം, അനിദ്രം, ചിത്തവൃത്തികൾ ഇല്ലാതിരിക്കണം, ഉറങ്ങാതിരിക്കണം. പക്ഷെ ചിലപ്പോ എന്താവും, ചിത്തവൃത്തികളും ഉണ്ടാവില്ല, കാര്യമായിട്ട് ഉറങ്ങുകയുമില്ല, ഒരു ഡൾ സ്റ്റേറ്റ്. ചിലർ പറയും എന്താന്നൊന്നുമില്ല, ഒരു മൂഡ് ഓഫ്. അതിനാണ് കഷായം എന്ന് പേര്. അതായത് ഉള്ളില് എന്തോ ചില ദൂഷ്യങ്ങളുണ്ട്, മനസ്സങ്ങനെ ഡള്ളായിട്ടിരിക്കുകയാണ്. തമസ്സാണ്. ലയം, വിക്ഷേപം, കഷായം. ഈ ഏത് ദൂഷ്യത്തിലും പെടാതെ ജാഗ്രതയോടെ ഇരിക്കുന്നു. ചിത്തവൃത്തികളും ഉദിക്കുന്നില്ല, പ്രശാന്തമായിട്ടിരിക്കുന്നു, നിശ്ചലമായിട്ടിരിക്കുന്നു, ശാന്തമായിട്ടിരിക്കുന്നു. ഉള്ളില് അമൃതപ്രവാഹം ഉണ്ടാവുന്നു, ആ ശാന്തിയുടെ. അതാണ് യോഗസ്ഥിതി. അതിന് യോഗം എന്ന് പേര്. അപ്പോ ചിത്തം ബാഹ്യസ്പർശത്തിൽ നിന്നും അസക്തമാവുമ്പോ ആത്മസുഖം അനുഭവിക്കുന്നു എന്ന് വെച്ചാൽ ഉള്ളിൽ ഈ യോഗസ്ഥിതിയെ കാണും, ഈ ആനന്ദത്തിനെ കാണും, ഈ ശാന്തിയെ കാണും, സ്വാത്മസുഖത്തിനെ കാണും. തന്നിൽ തന്നെ ആനന്ദം അനുഭവിച്ചു തുടങ്ങും. തണ്ടാരിൽ വീണ് മധുവുണ്ടാരമിക്കുമൊരു വണ്ടാണ് സൂര്യസുകൃതി. ഹൃദയത്താമരയിൽ തേനുണ്ട് രമിക്കുന്നൊരു വണ്ടായിട്ട് ആ ചിത്തം ഹൃദയത്തിൽ രമിക്കുമെന്നാണ്. ആത്മനീയത് സുഖം വിന്ദതേ
സ ബ്രഹ്മയോഗയുക്താത്മാ. അതാണ് ബ്രഹ്മയോഗം എന്ന് പേര്. അധ്യാത്മയോഗം, ബ്രഹ്മയോഗം എന്നൊക്കെ പേര്. പുറമേക്കുള്ള മനസ്സിനെ ഉള്ളിൽ അന്തർമുഖപ്പെടുത്തി ഭഗവത് സ്വരൂപത്തില് വെക്കുകയാണ്. അപ്പൊ അവിടെ ആ ഭഗവത് ആനന്ദം, ഭഗവത് ഭക്തി ഹൃദയത്തിൽ ഏർപ്പെടുമ്പോ അതിന് ഭഗവത് ഭക്തിയോഗമെന്നോ ബ്രഹ്മയോഗമെന്നോ അധ്യാത്മയോഗമെന്നോ എന്ത് പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ. സ ബ്രഹ്മയോഗയുക്താത്മാ അക്ഷയം സുഖം അശ്നുതേ. ക്ഷയിക്കാത്ത സുഖം, അയാൾ എടുത്താൽ തീരാത്ത സുഖം അനുഭവിക്കുന്നു. വറ്റാത്ത ഉറവിടമാണ് ആനന്ദത്തിന്റെ എന്നാണ്. അത്തരത്തില് തന്നിൽ സുഖം കണ്ടെത്തിയിട്ടുള്ളവന് പിന്നെ സല്ലഗീ പല്ലവ പ്രീതമിവേഭം നിംബ പല്ലവാഹ. ആനയ്ക്ക് നല്ല മധുരമായ കരിമ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, കയ്പുള്ള ചെടികളും മറ്റുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആന പിന്നെ തിന്നില്ല. അതുപോലെ ഹൃദയത്തിന്റെ രുചി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുറമേക്കുള്ള ക്ഷുദ്രമായ വിഷയങ്ങളിൽ മനസ്സ് പോയി രമിക്കില്ല. ആത്മസുഖം അനുഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞ ചിത്തം സഹജമായിട്ട് അവിടെ ചെന്ന് നിൽക്കും. അതുകൊണ്ടാണ് രമണ ഭഗവാൻ അരുണാചല അക്ഷരമണമാലയിൽ ഒരു പാട്ടിൽ പറയണു, അരുണാചല, ഈ ചിത്തം ലോകത്തിൽ മുഴുവൻ അലയണതിന് കാരണം അതിന് ഭഗവത് സുഖത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഭഗവത് സുഖത്തിന്റെ ആ രുചി, ഭഗവത് സൗന്ദര്യം, അലൗകികമായ സൗന്ദര്യം, അലൗകികമായ സുഖം അതിനെ കാണിച്ചു തന്നാൽ പിന്നെ എന്റെ ചിത്തത്തിനെ പുറമേക്ക് തള്ളിവിട്ടാലും അത് പോവില്ല. ஊர் சுற்றுளம் விடாது உன்னை கண்டு അടങ്കിട ഉൻ അഴകൈക്കാട്ടൻ അരുണാചലാണ്. സഹജമായിട്ട് ചിത്തം ഹൃദയത്തിൽ വന്നിരിക്കണം. എപ്പോ ഹൃദയത്തിൽ എപ്പോ സുഖം അനുഭവിക്കുന്നുവോ, ഹൃദയത്തിൽ എപ്പോ ഈശ്വരാനന്ദം, ഭഗവത് ആനന്ദം അനുഭവിക്കുന്നുവോ, അപ്പൊ ആ സഹജ സുഖം, സഹജ ആനന്ദം കിട്ടിക്കഴിയുമ്പോ പിന്നെ തള്ളിവിട്ടാലും ചിത്തം പുറത്തു പോവില്ല. എന്തിനെ കാണിച്ചാലും പോവില്ല. അവർക്ക് ബാക്കിയൊക്കെ ക്ഷുദ്രമാണ്. അതുകൊണ്ടാണ് മഹാത്മാക്കളുടെ മുമ്പിൽ, ജ്ഞാനികളുടെ മുമ്പിൽ ചക്രവർത്തികളുടെ സുഖം പോലും ക്ഷുദ്രമായി പോകുന്നത്. സ്വാമി രാമതീർത്ഥൻ അമേരിക്കയില് പോയിരുന്നു. രാമതീർത്ഥ സ്വാമി നിർബന്ധമായിട്ട് അദ്ദേഹത്തിനെ പറഞ്ഞയച്ചിട്ട് പോയതാണ്. അവിടെ അമേരിക്കൻ പ്രസിഡന്റ്, അന്ന് പ്രസിഡന്റ് റൂസ്വെൽറ്റ്, സ്വാമി രാമതീർത്ഥനുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായി. രാമതീർത്ഥ സ്വാമി എപ്പോഴും തന്നെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്ന് പറയില്ല, രാമ എന്നേ പറയുള്ളൂ. അപ്പോ അദ്ദേഹത്തിന്റെ ഡിവോട്ടീസ് ഒക്കെ കുറച്ചുപേർ പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റ് അങ്ങേ കാണാൻ വരികയാണ്, നിങ്ങൾ തമ്മിലുള്ള ആ മീറ്റിംഗിലെങ്കിലും നിങ്ങൾ ഈ രാമ രാമ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവില്ല. ഒരു മര്യാദയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് എല്ലാരെയും പോലെ ഞാനെന്ന് തന്നെ പറയണം എന്ന് പറഞ്ഞു. രാമതീർത്ഥ സ്വാമി ഒന്നും പറഞ്ഞില്ല. ആ മീറ്റിംഗില് രാമ എന്ന് പറയുന്നതിന് പകരം എംപറർ രാമ, ചക്രവർത്തിയായ രാമൻ എന്ന് സ്വയം തന്നെ വിശേഷിപ്പിക്കാൻ തുടങ്ങി. ചക്രവർത്തിയായ രാമതീർത്ഥൻ. കുറെ കഴിഞ്ഞപ്പോ ആ പ്രസിഡന്റ് തമാശയായിട്ട് ചോദിച്ചു, നിങ്ങൾ ഏത് രാജ്യത്തിന്റെ എംപററാണ്? രാമ ഈസ് ദ എംപറർ ഓഫ് ദ ഹോൾ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിന് മുഴുവൻ ചക്രവർത്തിയാണ്. നിങ്ങളുടെ സാമ്രാജ്യം തൽക്കാലത്തേക്ക് മാത്രമാണ്, 5 വർഷത്തേക്ക് കഴിഞ്ഞാൽ പോയി പോകും. എന്റെ സാമ്രാജ്യം നഷ്ടപ്പെടുകയേ ഇല്ല. അക്ഷയോ വൈ ലോകഃ, അക്ഷയ്യോ ലോകഃ. ഒരിക്കലും ക്ഷയിക്കാത്ത ലോകമാണ്, ഒരിക്കലും നഷ്ടപ്പെടാത്ത സാമ്രാജ്യമാണ്. എന്റെ സാമ്രാജ്യത്തിൽ ഒരിക്കൽ സൂര്യൻ ഉദിച്ചാൽ അസ്തമിക്കുകയേയില്ല. സഹൃദ് വിഭാതോയം ബ്രഹ്മലോകഃ. ഒരിക്കൽ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അസ്തമിക്കാത്ത സൂര്യോദയമാണ് അവിടെ. ആ സാമ്രാജ്യത്തിന് ഞാൻ അധിപതിയാണ്. ആഗ്രഹമുള്ളവൻ ആഗ്രഹിക്കുന്ന വസ്തുവിന്റെ അടിമയാണ്. അധ്യാത്മലോകത്തിലുള്ള നിയമങ്ങളൊക്കെ വളരെ വിചിത്രമാണ്. ഒരു വസ്തുവിനെ നമ്മള് സ്വന്തമാക്കുമ്പോ ആ വസ്തു നമ്മളുടെ ആവുന്നതിന് പകരം നമ്മളാണ് ആ വസ്തുവിന്റെ ആവണത്. പ്രത്യേകിച്ച് ജഡവസ്തുക്കൾ. ഒരു കാറ് ഞാൻ വാങ്ങുമ്പോ എന്റെ കാറ് എന്ന് ഞാൻ പറയണമെങ്കിലും വാസ്തവത്തിൽ കാറിന്റെയാണ് ഞാൻ, എന്റെ അല്ല കാറ്. എന്തുകൊണ്ടെന്ന് പറയാം. കാറിന് എന്നോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇല്ല. ആരെങ്കിലും കട്ടുകൊണ്ടുപോയാൽ അയാളുടെ കൂടെയും പോകും, അയാൾക്കും ഇറ്റ് വിൽ സെർവ് ഹിം ഓൾസോ. അയാൾ ഓടിച്ചാലും കാർ ഓടും. അതിന് എന്നോട് അറ്റാച്ച്മെന്റ് ഇല്ല. ഞാൻ യജമാനാണെന്നൊന്നും അതിന് വിചാരമില്ല. പക്ഷേ അത് പോയി കഴിഞ്ഞാൽ ഞാൻ വിഷമിക്കും, ഞാൻ കരയും, എനിക്ക് വിഷമുണ്ടാവും.
അതിനെന്തെങ്കിലും കേടുപാട് പറ്റിയാൽ എനിക്ക് വിഷമമുണ്ടാവും, അതിനെ ആരെങ്കിലുമൊക്കെ സ്തുതിച്ചാൽ എനിക്ക് സന്തോഷം ഉണ്ടാവും. എല്ലാവിധത്തിലും ഞാൻ അതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നല്ലാതെ അതെന്നെ ആശ്രയിച്ചിട്ടില്ല. ഞാനാണ് അതിന്റെ. ജഡവസ്തുക്കൾ പ്രത്യേകിച്ച് അങ്ങനെയാണ്. ഒരു നായിനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയുമല്ലോ. നായയെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോ നായ എന്നെ പിടിച്ചിരിക്കണോ ഞാൻ നായിനെ പിടിച്ചിരിക്കണോ? പശുവിനെ ചിലർ അഴിച്ചുവിടും. വാസ്തവത്തിൽ പശുവിനെ നമ്മളല്ല പിടിച്ചുകൊണ്ടിരിക്കുന്നത്, പശുവാണ് നമ്മളെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പശുവിന്റെ കയ്യിലാണ് നമ്മള്. പശുവിന് നമ്മളുടെ കൂടെ വരണം എന്നൊന്നുമില്ല. ചിലപ്പോ പശു നാട് നീളം ഓടും, കാണാൻ ആളുകൾ പശുവിന്റെ പുറകെ തെരഞ്ഞുകൊണ്ട് പോണത്. പശുവിന് നമ്മളുടെ കൂടെ വരണം എന്നൊന്നുമില്ല. അതേപോലെ ഏത് വസ്തുവിനെ നമ്മൾ പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെതാവും. അപ്പൊ രാമതീർത്ഥസ്വാമി പറയണത്, എനിക്ക് ഒരു വസ്തുവും ലോകത്തിൽ ഒന്നും എന്റേതായിട്ടില്ല. ഒന്നും ശരീരമടക്കം ഒന്നും ഞാനാണെന്നോ എന്റേതാണെന്നോ ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനാണ്. എന്റെ സാമ്രാജ്യം ഒരിക്കലും നഷ്ടപ്പെടില്ല. കാരണം എനിക്ക് ഈ ഭൗതിക മണ്ഡലത്തിൽ ഒരിടത്തും സാമ്രാജ്യമില്ല. ആത്മാവാണ് എന്റെ സാമ്രാജ്യം. ആ സാമ്രാജ്യം കണ്ടെത്തിയതോടുകൂടെ സസ്വരാട് ഭവതി, ഞാൻ സ്വരാജ്യം കണ്ടെത്തിയിരിക്കുന്നു. നഷ്ടപ്പെടാത്ത സാമ്രാജ്യം കണ്ടെത്തിയിരിക്കുന്നു. നഷ്ടപ്പെടില്ല. അക്ഷയം സുഖമാണെന്നാണ്. അതുകൊണ്ട് ചക്രവർത്തിയാണ് രാമൻ എന്നാണ്. അത് പറഞ്ഞു കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, അത്ര പ്രസിഡന്റ് പറഞ്ഞു, ശരിയാണ്, നിങ്ങളാണ് ശരിക്കും ചക്രവർത്തി എന്നാണ്. ഞങ്ങളുടെ സാമ്രാജ്യമൊക്കെ നഷ്ടപ്പെട്ടു പോകും, അങ്ങയുടെ സാമ്രാജ്യം നഷ്ടപ്പെടില്ല. അതാണ് വിശ്വാമിത്രൻ പറഞ്ഞത്. വസിഷ്ഠനെ എങ്ങനെയെങ്കിലുമൊക്കെ പരാജയപ്പെടുത്തണമെന്ന് ശ്രമിച്ച് പലവിധത്തിലും ശ്രമിച്ചു. തന്റെ പടയൊക്കെ കൊണ്ടുവന്ന് വസിഷ്ഠന്റെ കയ്യിൽ നിന്നും സുരഭിയെ പിടിച്ചെടുത്തുകൊണ്ട് പോകാൻ നോക്കി. രാജാവായിരുന്നപ്പോ വിശ്വാമിത്രൻ അനേകം സൈന്യം കൊണ്ടുവന്ന് നിർത്തിയിട്ടും യുദ്ധം ചെയ്തിട്ടുമൊക്കെ വസിഷ്ഠൻ തന്റെ യോഗദണ്ഡ് മുമ്പിൽ അങ്ങോട്ട് വെച്ചാൽ വിശ്വാമിത്രൻ അയക്കുന്ന അസ്ത്രങ്ങളും എല്ലാം അതിൽ അസ്തമിച്ചു പോയി. തപസ് ചെയ്തിട്ട് ദിവ്യാസ്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വസിഷ്ഠന്റെ നേരെ പ്രയോഗിച്ചു. ആ ദിവ്യാസ്ത്രങ്ങളൊക്കെ ഭസ്മമായി പോയി, ഒന്നും പ്രയോജനപ്പെട്ടില്ല. എത്ര ശ്രമിച്ചിട്ടും തന്റെ പവർ, തന്റെ വിൽ പവർ, തന്റെ ഒന്നും അവിടെ പ്രയോജനപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോ വിശ്വാമിത്രൻ പറഞ്ഞു, ദിക് ബലം ക്ഷാത്രബലം ബ്രഹ്മതേജോ ബലം ബലം. ദിക് ബലം ക്ഷാത്രബലം ബ്രഹ്മതേജോ ബലം ബലം. ഈ ക്ഷത്രിയ ബലം ഒന്നിനും കൊള്ളില്ല എന്നാണ്. ബ്രഹ്മതേജോ ബലം ബലം. ബ്രഹ്മതേജസ്സാണ് ഏറ്റവും ബലമായിട്ടുള്ളത്. എന്നിട്ടാണ് പിന്നെ ബ്രഹ്മഋഷി ആവണമെന്ന് പറഞ്ഞ് പുറപ്പെടുന്നത്. അപ്പോ ആത്മാവിലെ സുഖം കണ്ടെത്തിയ ആൾക്ക് പുറത്തുള്ള സുഖമൊക്കെ തന്നെ ക്ഷുദ്രമാണെന്നാണ്. കാരണം പുറത്തുള്ള സുഖം ക്ഷുദ്രമെന്ന് പറയാൻ കാരണം വരികയും പോവുകയും ചെയ്യും, എപ്പോഴും നമ്മളെ സുഖിപ്പിക്കില്ല, നിത്യനിരന്തരമായിട്ടിരിക്കില്ല, ഒക്കെ അസ്തമിച്ചു പോകും. അതുകൊണ്ടാണ് ഭഗവതാനന്ദത്തിനെ കണ്ടെത്തിയ ഭക്തന്മാരുടെ മുമ്പിൽ എന്തൊക്കെ ഭൗതിക പദാർത്ഥങ്ങൾ കൊണ്ടുവന്ന് വെച്ചാലും അവരതൊന്നും കണ്ടിട്ടൊന്നും വീണു പോവില്ല. എത്രയോ മഹാത്മാക്കളുടെ കഥകൾ നമുക്കുണ്ട്. ത്യാഗരാജസ്വാമിയുടെ കഥയൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. തുക്കാറാമന്റെ മുമ്പിൽ ശിവാജി മഹാരാജാവ് എല്ലാ ആഭരണങ്ങളും പല വസ്തുക്കളും കൊണ്ടുവന്ന് വെച്ചു. തുക്കാറാം സ്വാമി പറഞ്ഞു, ഇതൊക്കെ വിഷമാണ്, ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെ കിട്ടിയാൽ വേണ്ടില്ല എന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ വിഷമാണ്, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭഗവാനെ ഭജിക്കാൻ പറ്റില്ല, ഇതിൽ നിന്ന് ഞങ്ങൾക്കിപ്പോ സുഖം കിട്ടണമെന്നില്ല, സുഖം ഉള്ളിലാണ്. അകമേക്കൊരു സുഖം കണ്ടെത്തിയവർക്ക് പുറമേക്കുള്ള സുഖമൊക്കെ തന്നെ വരികയും പോവുകയും ചെയ്യുന്നതാണ്. ആദ്യന്തവന്തഃ കൗന്തേയ, ഒക്കെ ആദിയുണ്ട് അന്തമുണ്ട്. അതിനുവേണ്ടി ഉള്ളിലുള്ളതിനെ വിട്ടുകളഞ്ഞാൽ, നിത്യമായിട്ടുള്ളതിനെ വിട്ടിട്ട് അനിത്യമായി ഏതിലെങ്കിലും നോക്കിക്കൊണ്ട് നിന്നുപോയാൽ ചിലപ്പോൾ ഉള്ളിലുള്ളത് നഷ്ടപ്പെട്ടു പോയി പോവും, വെളിയിലുള്ളതൊട്ട് നിൽക്കുകയുമില്ല. ഇതറിയുന്ന അറിവുള്ളവര് ദുഃഖിപ്പിക്കുന്നതായ വിഷയങ്ങളിൽ വാസ്തവത്തിൽ സുഖമില്ല എന്നുള്ളത് നല്ലവണ്ണം അറിയുന്നു. സംസാരേ സുഖസ്യ ഗന്ധമാത്രമപി അസ്തി ഇതി ബുദ്ധ്യാ
വിഷയമൃഗതൃഷ്ണികായാഹ ഇന്ദ്രിയാണി നിവർത്തയേത് എന്നാണ് ഭാഷ്യം. ഇത്രയും പറഞ്ഞ് അടുത്ത ശ്ലോകം നോക്കാം. ശക്നോതീഹൈവ യസ്സോടും പ്രാക്ശരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്തഃ സ സുഖീ നരഃ. ആരാണ് യോഗി? ആരാണ് സുഖം കണ്ടെത്തിയിട്ടുള്ളവൻ? വാസ്തവത്തിൽ സുഖം കണ്ടെത്തിയിട്ടുള്ളവൻ ആരാണ്? അതാണ് ഭഗവാനോട് പറയണത്. ശക്നോതി ഇഹൈവ യഹ സോഢും പ്രാക്ശരീരവിമോക്ഷണാത് ജീവന്നേവ യഹ പ്രസഹിതും ശരീരവിമോക്ഷണാത് പ്രാക്. ശരീരം വിടുന്നതിന് മുമ്പ് തന്നെ, മരണത്തിനു മുമ്പ് തന്നെ ആരാണോ കാമക്രോധോദ്ഭവം വേഗം സോടും ശക്നോതി. രാഗം ദ്വേഷം അത് തന്നെയാണ് കാമം ക്രോധം. ആഗ്രഹമാണ് കാമം. ക്രോധം ആഗ്രഹം നടക്കാതെ വരുമ്പോ ഉണ്ടാവുന്ന റിയാക്ഷനാണ് ക്രോധം. അഥവാ ലൗകിക വിഷയങ്ങളോടുള്ള ആഗ്രഹം കാമം. നമുക്ക് എതിര് നിൽക്കുന്ന ആളുകളോട് വരുന്ന വെറുപ്പ് ക്രോധം. ഈ കാമവും ക്രോധവും എത്ര കണ്ട് അടങ്ങുന്നു അത്ര കണ്ട് നമ്മൾ ആധ്യാത്മികമായി പതുക്കെ 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 മേലെ പോകുന്നു നമുക്ക് കാണാം. അതാണ് അളവുകോല്. അവിടെ പുരോഗമിക്കാതെ നമുക്ക് എന്തൊക്കെ സമാധി ഉണ്ടാവുകയാണെങ്കിലും ധ്യാനം ഉണ്ടാവുകയാണെങ്കിലും ഭജനയും ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടാവുകയാണെങ്കിലും നമ്മളുടെ മനസ്സ് ചഞ്ചലമായി സദാ ലൗകിക വിഷയങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അധ്യാത്മമായി നമ്മൾ മേലെ പോകണമെന്ന് പറയാൻ വയ്യ. ശരീരം വീണുപോകുന്നതിന് മുമ്പ് പ്രാക് ശരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സോടും യഹാ ശക്നോതി. സയുക്ത അവൻ യോഗിയാണ്. സസുഖീനരഹ അവൻ വാസ്തവത്തിൽ സുഖം കണ്ടെത്തിയിട്ടുള്ളവനാണ്. അനന്തനിമിത്തവാൻ ഹി സഹ ഇത് യാവത് മരണം താവത് ന വിശ്രംഭണീയ ഇത്യർത്ഥഃ. കാമഃ ഇന്ദ്രിയഗോചരപ്രാപ്തേ ഇഷ്ടേ വിഷയേ ശ്രൂയമാണേ സ്മര്യമാണേ വാ അനുഭൂതേ സുഖഹേതൗ യാ ഗർദ്ധിഃ തൃഷ്ണാ സ കാമഃ. ക്രോധശ്ച ആത്മനഃ പ്രതികൂലേഷു ദുഃഖഹേതുഷു ദൃശ്യമാനേഷു വാ യഃ ദ്വേഷഃ സ ക്രോധഃ. കാമക്രോധോദ്ഭവം വേഗം. വേഗം എന്ന് വെച്ചാൽ ഡ്രൈവ്സ്, ഉള്ളിന്ന് തള്ളിവിടുകയാണ്. അർജുനൻ മറ്റൊരിടത്ത് ചോദിക്കുന്നു, ഭഗവാനെ എനിക്ക് തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല, പാപം ചെയ്യണമെന്ന് ആഗ്രഹമില്ല, എന്നിട്ട് ഞാൻ പലപ്പോഴും തെറ്റും പാപവും ഒക്കെ ചെയ്യണമല്ലോ, കാരണം എന്താ? ചെയ്യണമെന്നോ ഒന്നും ആഗ്രഹമില്ല. എന്താണ് എന്നെ പാപം ചെയ്യിപ്പിക്കുന്നത്? ഭഗവാൻ പറഞ്ഞു, ഒരു സാത്താനെ ഒന്നും കൊണ്ടുവന്നില്ല. മറ്റു മതങ്ങളിലൊക്കെ അവർ പറഞ്ഞത് ഒരു സാത്താനുണ്ട്. സാത്താൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, ഒരു സാത്താൻ എന്നാണ് പറയുന്നത്. ഈ സാത്താനാണ് മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നത്. ദൈവമില്ലെങ്കിലും സാത്താനില്ലെങ്കിലും ചില മതമൊന്നും നടക്കില്ല. സാത്താനാണ് മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നത്. കാമക്രോധോദ്ഭവം ഭഗവാൻ ഇവിടെ പറഞ്ഞു, കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം. ഉള്ളിലുള്ള കാമവും ക്രോധവുമാണ് നിന്റെ ശത്രുക്കളെ. പുറത്ത് ശത്രുക്കളൊന്നുമില്ല. ഹിരണ്യകശിപു പ്രഹ്ലാദന്റെ അടുത്ത് വാളും എടുത്തുകൊണ്ട്, എവിടെയടാ വിഷ്ണു എന്റെ ശത്രു എന്ന് ചോദിക്കുമ്പോൾ പ്രഹ്ലാദൻ വളരെ സമസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, അച്ഛാ പുറത്ത് എവിടെയും ശത്രുവില്ല, ശത്രു ഉള്ളിലിരിക്കണം. ഉള്ളിലുള്ള ശത്രുവിനെ ജയിക്കാതെ ലോകം മുഴുവൻ ജയിച്ചിട്ട് എന്ത് കാര്യം? സകലതും അടക്കിയിട്ട് അകമേക്കുള്ള ശത്രുക്കളെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തു പ്രയോജനം? കാമക്രോധശ്ച ലോഭശ്ച ദേഹേ തിഷ്ഠന്തി തസ്കരാഹ ജ്ഞാനരത്നാപഹാരായ തസ്മാത് ജാഗ്രത ജാഗ്രത. ഒരു മഹാത്മാവ് പറഞ്ഞു, അപഹാരം മോഷ്ടിച്ചുകൊണ്ടേ പോകുന്നു. കള്ളന്മാര് നിരന്തരം മോഷണം നടത്തുന്നു. എവിടെ മോഷണം? ഉള്ളിലുള്ള ഖജാനാവില് കൊള്ള നടക്കാണ്. കാമക്രോധശ്ച ലോഭശ്ച ദേഹേ തിഷ്ഠന്തി തസ്കരാഹ. ശരീരത്തിന്റെ ഉള്ളിൽ 3 കള്ളന്മാരുണ്ട്. അവരെന്തിനെ അപഹരിക്കണത്? ജ്ഞാനരത്നാപഹാരായ, ജ്ഞാനമാവുന്ന രത്നത്തിനെ അപഹരിച്ചു കൊണ്ടുപോവാണ്. തസ്മാത് ജാഗ്രത ജാഗ്രത, ജാഗ്രതയായിട്ടിരിക്കും.
അവിടുത്തെ ആ കള്ളന്മാരെ വേണം ആദ്യം ഇല്ലാതാക്കാൻ, ഉദ്വാസനം ചെയ്യാനായിട്ട്. പുറത്ത് കള്ളന്മാരെ പിടിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ഉള്ളിലുള്ള ഈ കുഴപ്പം ഉള്ളത്തോളം കാലം മനുഷ്യന് പുറമേക്ക് എന്തൊക്കെ തന്നെ നേടിയാലും സുഖം ഉണ്ടാവില്ല. ഇപ്പൊ വാസ്തവത്തിൽ വിദ്യാഭ്യാസം എന്താ? മനുഷ്യന് ആന്തരികമായി എങ്ങനെ സുഖമായിരിക്കാം, ശാന്തമായിരിക്കാം എന്ന ആന്തരികമായ ശാന്തിക്കുള്ള വഴി കാണിച്ചു കൊടുക്കേണ്ടതാണ് വിദ്യാഭ്യാസം, അല്ലേ? വിവേകാനന്ദ സ്വാമികൾ അങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുത്തു. ഇറ്റ്സ് ടു മാനിഫെസ്റ്റ് ദ ഇന്നർ പെർഫെക്ഷൻ, ഇന്നർ ഡിവിനിറ്റി. ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പൂർണ്ണതയെ പുറമേക്ക് കൊണ്ടുവരാനും നമ്മളുടെ തന്നെ ശരീരത്തിലും മനസ്സിലും പ്രാണനിലും ഉള്ള ശക്തിയൊക്കെ സ്വാംശീകരിച്ച് സ്വനിയന്ത്രണം ശീലിക്കാനും നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രിയത്തിനെ ഭക്തിയാക്കി മാറ്റാനും ആനന്ദമാക്കി മാറ്റാനും അഹങ്കാരത്തിനെ ഭഗവതർപ്പണം ചെയ്യാനും ഒക്കെ ശീലിച്ചാൽ ആ ജീവന് എല്ലാറ്റിനേക്കാളും വലിയ വിജയമുണ്ട്. പുറമേക്ക് നഷ്ടം കോടി വരുത്തിയിട്ടും ഭക്തന്മാരായിട്ടുള്ളവര് അകമയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക നിരന്തരം ഈ വിജയം പാലിക്കാനായിട്ട്, ഈ വിജയം വരിക്കാനായിട്ട്. പുറമേക്ക് എന്തൊക്കെ തന്നെ നഷ്ടം വരട്ടെ, അവർക്ക് നിത്യനിരന്തര പരിശ്രമം എന്താ? ഹൃദയത്തിൽ ഭഗവാനെ പിടിച്ച് ഇരുത്തണം. പ്രണയരശനയാധൃതാംഘ്രി പത്മ, പ്രേമമാവുന്ന പട്ടുനൂലുകൊണ്ട് പിടിച്ച് ഹൃദയത്തിൽ കെട്ടിയിടണം എന്നാണ്. നീ ഓടിപ്പോവാൻ പാടില്ല. ഭഗവാൻ നിത്യനിരന്തരം ഭഗവത് അനുഭവം നേടിയെടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഭക്തന്മാർ, ഭാഗവതന്മാർ, അവർക്കൊറ്റ ശ്രദ്ധയേ ഉള്ളൂ. ശരീരം വീണു പോകുന്നതിന് മുമ്പ് മനസ്സ് പൂർണ്ണമായി ശാന്തമാവണം. അപ്പോഴേ ഭഗവത് അനുഭവം ഉണ്ടാവുള്ളൂ. മനസ്സ് ഭഗവത് അർപ്പിതമാവണം, മനസ്സ് അടങ്ങണം, ശമമുണ്ടാവണം. അപ്പോഴാണ് ഹൃദയത്തിൽ ഭഗവാനെ അനുഭവിക്കാൻ പറ്റുക എന്നറിയണതുകൊണ്ട് അവര് നിരന്തരം ആ ആന്തരിക ശത്രുക്കളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശരീരം വീഴുന്നതിന് മുമ്പെങ്കിലും ഭഗവാൻ അതിന് ഒരു വെരി ലോങ് റോപ്പ് ഹി ഗേവ്, വെരി ലോങ് റോപ്പ്. കുറച്ച് പതുക്കെ മതി എന്നാണ്. ശനൈഹി ശനൈഹി ഉപരമേ. ഭഗവാൻ നമ്മളുടെ ദൗർബല്യമൊക്കെ അറിയാം. അതുകൊണ്ട് ആളുകളൊക്കെ പറയും നമ്മളെ കൊണ്ടൊക്കെ സാധിക്കുമോ? അപ്പൊ ഭഗവാൻ പറയണ കുറേ ശ്രമിക്കൂ, പതുക്കെ പതുക്കെ ശ്രമിക്കൂ. മരണത്തിന് മുമ്പ് എത്ര ജയിച്ചു അത്രയായല്ലോ, അല്ലേ? എന്തെങ്കിലുമൊക്കെ ശ്രമിക്കൂ എന്നാണ്. ഒരു കുട്ടിയെ സ്കൂളിൽ പാസ്സാക്കാൻ ശ്രമിച്ചു ടീച്ചർമാര്. പാവം കുറേ വർഷമായിട്ട് പഠിക്കണു, 9ാം ക്ലാസ്സിലെ. അപ്പൊ 10ാം ക്ലാസ്സിലേക്ക് എങ്ങനെയെങ്കിലും ആക്കി വിടണം. നല്ല ഫുട്ബോൾ പ്ലെയറാണ്. അപ്പോ ഹെഡ് മാസ്റ്റർക്ക് വലിയ ഇഷ്ടമാണ് ചെക്കനെ. അപ്പോ ടീച്ചർമാര് പറഞ്ഞു ഇവനെ പാസ്സാക്കാൻ ഒരു വകുപ്പും കാണാനില്ല, എന്തെങ്കിലും ഒരു കാര്യം ശരിയായിട്ട് എഴുതിയാലേ മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, ഒന്നും എഴുതണില്ല. അപ്പൊ ഹെഡ് മാസ്റ്റർ പറഞ്ഞു അങ്ങനെയല്ല, എങ്ങനെയെങ്കിലും എന്നെ കുട്ടപ്പനെ പാസ്സാക്കണം. ഞാൻ പേര് മാറ്റി പറഞ്ഞു, അത്രയേ ഉള്ളൂ. റീഡേഴ്സ് ഡൈജസ്റ്റിൽ പണ്ട് വന്നിരുന്നൊരു ജോക്ക് കഥയാണ്. എങ്ങനെയെങ്കിലും പാസ്സാക്കണം. അപ്പൊ അവര് പറഞ്ഞു ലെറ്റ് ഹിം റൈറ്റ് ഓൺ എ സബ്ജക്ട്, എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അയാൾ എഴുതട്ടെ എന്നാണ്. അപ്പൊ ഹെഡ് മാസ്റ്റർ ചെക്കനെ പിടിച്ചിരുത്തിയിട്ട് വളരെ നിർബന്ധിച്ച് പറഞ്ഞു ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നീ ഒരു ആർട്ടിക്കിൾ എഴുതിയാൽ മതി, പാസ്സാക്കി വിടാം. ഇംഗ്ലീഷ് ടീച്ചർ അടുത്ത് വന്നിരുന്നു. അവൻ പറഞ്ഞു പറ്റില്ല എന്ന്. അവന് പാസ്സാവാനൊന്നും ഉദ്ദേശവുമില്ല. ഹെഡ് മാസ്റ്റർക്കാണ് പാവം ഈ ചെക്കനെ എങ്ങനെയെങ്കിലും പാസ്സാക്കി വിടണം എന്നാണ്. ശരി വേണ്ട, ഒരു പാരഗ്രാഫ് എഴുതുന്നു. അവനൊക്കെ ശ്രമിച്ചു നോക്കി, ഒന്നും എഴുതാൻ പറ്റില്ല. ശരി ഒരു സെന്റൻസ് എഴുതുമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു അതും പറ്റില്ല. ലെറ്റ് ഹിം റൈറ്റ് 1 word, ഒരു വാക്ക് എഴുതിയാ പാസ്സാക്കി വിടാന്ന് പറഞ്ഞു ഇംഗ്ലീഷ് മാഷ്. ശരി എന്താ എഴുതുക? അപ്പൊ കാപ്പി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, കോഫി സ്പെല്ലിംഗ് എഴുതാൻ പറഞ്ഞു. അപ്പോ കുട്ടപ്പ നോക്കി എഴുതൂ പറഞ്ഞു. അയാൾ ആദ്യം കെ എന്ന് എഴുതി. അല്ല സൂക്ഷിച്ച്, അപ്പൊ പറഞ്ഞ ഇംഗ്ലീഷ് മാഷ് പറഞ്ഞില്ലേ നോക്കൂ ആദ്യത്തെ തന്നെ അക്ഷരം നോക്കൂ. അല്ല ഏതെങ്കിലും ഒരു അക്ഷരമെങ്കിലും എഴുതുമോ നോക്കാന്ന് പറഞ്ഞു. പിന്നെ ഹി കെയിം ഔട്ട് വിത്ത് എ.
അപ്പൊ പിന്നെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, നോക്കി എഴുതൂ, കാഫിയാണ്, പിന്നെ യു, പിന്നെ പി, പിന്നെ എച്ച്, പിന്നെ വൈ. പാസ്സാക്കി വിട്ടു അത്രേ. എന്താന്ന് വെച്ചാൽ കൗപി എന്ന് ശബ്ദം വന്നില്ലേ, പക്ഷെ ഒരക്ഷരം പോലും കോഫിയുടെ ഇല്ല എന്നാണ്. ഒരക്ഷരം പോലും കോഫി എന്നുള്ള വാക്കിന്റെ ഒരക്ഷരം പോലും അതിലില്ലാതെ മാർക്ക് കൊടുത്ത് പാസ്സാക്കി വിട്ടു അത്ര. അതുപോലെയൊക്കെ ചിലപ്പോ ഭഗവാന്റെ കാരുണ്യം വേല ചെയ്തിട്ട് നമ്മളെയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് കടത്തിവിട്ടാ വേണ്ടില്ല എന്നുണ്ട് നമുക്ക്. നമ്മളുടെ യോഗ്യത നോക്കിയിട്ടല്ല, യോഗ്യത നോക്കിയാ പോക്കാണെന്നാണ്. അപ്പോ പ്രഭുസ്ത്വം ദീനാനാം ഖലു പരമബന്ധു പശുപതേ പ്രമുഖ്യോഹം തേഷാമപി കിമുത ബന്ധുത്വമനയോഃ ത്വയൈവ ക്ഷന്തവ്യാഃ ശിവമദപരാധാശ്ച സകലാഃ പ്രയത്നാത് കർത്തവ്യം മദവനമിയം ബന്ധുസരണിഃ. മാസ്റ്റർ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്, മാസ്റ്റർ സ്വന്തത്തിൽ വന്ന ആളാണെങ്കിൽ പിള്ളേർ പറയില്ലേ, നമ്മള് സ്വന്തക്കാരാണെന്ന് ഒന്ന് പാസ്സാക്കി വിടുന്നു പറയണ പോലെ ഭഗവാനോട് പറയണം, അങ്ങക്ക് എനിക്കും സ്വന്തമുണ്ട്, നിത്യസംബന്ധം ഉണ്ട്, എന്നെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്തി വിടുമെന്നാണ്. അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ പതുക്കെ 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 മരണത്തിന് മുമ്പെങ്കിലും നമ്മളുടെ യോഗ്യതയൊക്കെ കണക്ക് വെച്ച് നോക്കിയാൽ രക്ഷപ്പെടാൻ പറ്റില്ലെങ്കിലും ശ്രമിച്ചുകൊണ്ടേ പോവുക. അപ്പോ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോ കുറേ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുമ്പോ കുറെ കഴിയുമ്പോ നമ്മൾ എത്ര കാലമായി ശ്രമിക്കുന്നുവല്ലോ പരാജയപ്പെടുന്നുവല്ലോ എന്ന് തോന്നുമ്പോ പതുക്കെ 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 അകത്തൊരു പുതിയൊരു വെളിച്ചം നമ്മൾ കാണും. തോടുകളിലൂടെ പോയി 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 ഇടയിൽ വെള്ളത്തിന്റെ സ്വഭാവം മാറുന്നത് കാണും. ധാരാളം തോടുകളുള്ള സ്ഥലമാണ് കേരളം പണ്ടൊക്കെ. തോടിലൂടെ നീന്തി 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 പോകുമ്പോ ഇടയിൽ വെച്ച് നോക്കുമ്പോ വെള്ളം സ്വഭാവം മാറും. അതായത് ഈ തോട് കൈവഴിയാണ്, പോയിട്ട് നദിയിലേക്ക് കടന്നിരിക്കുന്നു. അതുപോലെ ഈ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന സാധകൻ ഒരു ഘട്ടത്തിൽ കൈവഴികൾ പോയി നദിയിലെത്തുന്ന പോലെ ഭഗവത് കൃപാശക്തിയുടെ ഒഴുക്കിലേക്ക് അവൻ വീണുപോകുന്നതും തന്റെ പരാജയം തന്നെ തന്റെ വിജയമായി തീരുന്നതും കാണും. അതായത് പരാജയം അധ്യാത്മസാധനയിൽ നമ്മൾ വിചാരിക്കുന്നത് അധ്യാത്മസാധനയിൽ ജയിക്കണമെന്നാണ്. പക്ഷേ ജയമല്ല അതിൽ കാര്യം. നമ്മൾ പരിശ്രമിക്കുകയും പരാജയപ്പെടുകയും പരിശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിട്ട് ഒരു സ്റ്റേജിൽ നമ്മൾ മനസ്സിലാക്കും, ഈ പരാജയപ്പെടുന്നവൻ ഞാനല്ല. ഈ പരാജയപ്പെടുന്നവന്റെ പരാജയം എന്റെ പരാജയവുമല്ല, അവൻ നിശേഷം ഇല്ലാതാവുന്നതിലാണ് ജയമെന്ന് അകമയ്ക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാവുമ്പോ ശാന്തി ഉണ്ടാവും. അപ്പൊ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്ന് പറയുന്ന വികാരങ്ങളൊക്കെ തന്നെ ഈ അഭിമാനവൃത്തിയുടെ, അഹംവൃത്തിയുടെ, പ്രഥമ വികാരത്തിന്റെ ശാഖകളാണെന്നും അതിൽ നിന്നും തുടർന്ന് അനന്തമായിട്ട് വരുന്ന പ്രബലമായ ശാഖകളാണെന്നും ഒക്കെ നമ്മൾ കാണുമ്പോ പതുക്കെ പതുക്കെ ഈ അഹങ്കാരം അടങ്ങുമ്പോ തന്നെ കാമക്രോധാദികളൊക്കെ അടങ്ങും. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ജയിക്കുമെന്നല്ലാതെ നമ്മളുടെ ശക്തി കൊണ്ടല്ല, ആത്മകൃപ കൊണ്ട്. ആത്മാവിന്റെ കൃപാശക്തി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. നമ്മളല്ലാത്തതായ ഒരു ഹയർ പ്ലെയിനിൽ നിന്നും ഒരു ശക്തി വന്ന് നമ്മൾ മെനക്കെട്ട് വിഷമിച്ച് നിയന്ത്രിക്കാൻ ശ്രമിച്ച് ജയിക്കാൻ സാധിക്കാതെ വന്ന കാര്യങ്ങളെയൊക്കെ അടക്കി വശപ്പെടുത്തി അനുകൂലമാക്കി തരുന്നത് നമ്മൾ കാണും. ആ സ്ഥിതിയിലേക്ക് എത്തുന്നവരെ ഈ ജീവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. പരിശ്രമിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഭക്തന്മാരുടെ പാട്ടുകളിലും കൃതികളിലും ഒക്കെ ഭഗവാനെ എനിക്ക് മനസ്സടങ്ങുന്നില്ലല്ലോ, ഞാൻ തോറ്റുപോയി, എനിക്ക് സത്യം ഭഗവാനെ നേടാൻ പറ്റിയില്ല, ഭഗവാൻ എന്നെ വിട്ടുപോയി അല്ലേ. ഗോപസ്ത്രീകൾ ഭാഗവതത്തിൽ കൃഷ്ണൻ മറഞ്ഞുപോയപ്പോ കരയുന്നതൊക്കെ അതുകൊണ്ടാ. ദുസ്സഹ പ്രേഷ്ടവിരഹ തീവ്രതാപധുദാശുഭാഹ. കൃഷ്ണനെ വിളിച്ച് വിളിച്ച് കരയുകയൊക്കെ ചെയ്ത് അവസാനം എന്താ? താസാം ആവിരഭൂത് ശൗരിഹി സ്മയമാന മുഖാംബുജ. അവരുടെ മുമ്പിൽ ഭഗവാൻ ആവിർഭവിച്ചു.
എപ്പോ ഞങ്ങളെ കൊണ്ട് കഴിയില്ലെന്ന് കഴിഞ്ഞ് അവര് ഭഗവാന് ശരണാഗതി ചെയ്യുമ്പോഴാണ് ഭഗവാന്റെ ആവിർഭാവം. അപ്പൊ ആ ശരണാഗതി വരെ ഈ ജീവാഹന്ത തുടർന്ന് നിൽക്കും. ആ ജീവാഹന്ത അടങ്ങുമ്പോഴാണ് ആത്മാനുഭവം ഉണ്ടാവുന്നത്. ജീവാഹന്ത അടങ്ങുന്നവരെ ജീവാഹന്ത പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ജീവാഹന്ത അടങ്ങുമ്പോ ആത്മാനുഭവം ഉണ്ടാവും. അതാണ് അതുവരെ. അപ്പോഴാണ് ഇവന് കാമക്രോധോദ്ഭവം വേഗമൊക്കെ തന്നെ അകമേ ശമിച്ചു പോവുകയും ആത്മാവിന്റെ സുഖം അനുഭവിക്കപ്പെടുകയും ചെയ്യുന്നത്. ഉള്ളിലുള്ള വാസനകളൊക്കെ ക്ഷയിക്കുമ്പോ വിഘ്നം കൂടാത്ത ആത്മാനുഭവം. ആത്മാനുഭൂതി പ്രതിബന്ധശൂന്യ എന്ന് വിവേക ചൂടാമണി. പ്രതിബന്ധശൂന്യമായ ആത്മാനുഭൂതി ഉണ്ടാവും. യഥാ യഥാ പ്രത്യഗവസ്ഥിതം മനഃ തഥാ തഥാ മുഞ്ചതി ബാഹ്യവാസനാഃ നിശേഷമോക്ഷേ സതി വാസനാനാം ആത്മാനുഭൂതി പ്രതിബന്ധശൂന്യ. എപ്പ മനസ്സ് പോയി സ്വരൂപധ്യാനത്തിൽ ഏർപ്പെടുന്നു അപ്പോഴൊക്കെ വാസനാക്ഷയമുണ്ടാവും. വാസനാക്ഷയം നിശേഷമായി ഏർപ്പെടുമ്പോ പ്രതിബന്ധമില്ലാത്ത ആത്മാനുഭവം ഉണ്ടാവും. അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത്. നോക്കാം. യോന്തസുഖോന്തരാരഹമഹാം തഥാന്തർജ്യോതിരേവ യഃ സ യോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. യഃ അന്തഃസുഖഃ അന്തരാരാമഃ തഥാ അന്തർജ്യോതിഃ ഏവ യഃ സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതഃ അധിഗച്ഛതി. യഃ അന്തഃസുഖഃ അന്തഃ ആത്മനി സുഖം യസ്യ സ അന്തഃസുഖഃ തഥാ അന്തരേവ ആത്മനി ആരാമഃ ആരമണം ക്രീഡാ യസ്യ സ അന്തരാരാമഃ തഥാ ഏവ അന്ത ഏവ ആത്മനി ഏവ ജ്യോതിഃ പ്രകാശോ യസ്യ സ അന്തർജ്യോതിഃ. യഃ ഈദൃശഃ സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മണി നിർവൃത്തിം ജീവന്നേവ ബ്രഹ്മഭൂതഃ സൻ അധിഗച്ഛതി പ്രാപ്നോതി. യോ അന്തഃസുഖഃ. ആ സത്യത്തിനെ ഹൃദയത്തിൽ കണ്ടെത്തിയ ആത്മജ്ഞാനിക്ക് സുഖം അന്തരംഗത്തിൽ ആത്മാവിൽ തന്നെ സുഖം. നമ്മൾക്ക് സാധാരണ ആരെങ്കിലും ഒരാൾ കൂട്ട് വേണം ലോകത്തിൽ, അല്ലേ? എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോ കൂട്ടിനൊരാളുണ്ടെങ്കിൽ നല്ലതാണ്. തനിയെ ഇരിക്കാൻ വയ്യ. അങ്ങനെ ഇരിക്കുമ്പോ ഇയാൾക്ക് കൂട്ടാരാണ്? ആത്മാ തന്നെ കൂട്ടും. അന്തരാരാമ. ഉപനിഷത്ത് അങ്ങനെ ജ്ഞാനികളെ വാഴ്ത്തുമ്പോ പറയുന്നു, ആത്മാ പുരസ്താദ് ആത്മാ പശ്ചാത് ആത്മാ ദക്ഷിണതഃ ആത്മോത്തരതഃ ആത്മൈവേദം സർവം സസ്വരാട് ഭവതി സ ആത്മക്രീഡ ആത്മമിഥുന ആത്മാനന്ദ. ആത്മക്രീഡ ആത്മമിഥുന ആത്മാനന്ദ എന്നൊക്കെ പല പേരുകളും പറയണം. ആത്മാവിൽ കളിക്കുന്നു, ആത്മാവിനെ കൂട്ടുപിടിച്ച് സുഖമനുഭവിക്കുന്നു, ആത്മമിഥുന ആത്മാവിൽ തന്നെ ആനന്ദം അനുഭവിക്കുന്നു, ആത്മരതി ആത്മക്രീഡ ആത്മമിഥുന ആത്മാനന്ദ ആത്മാ പുരസ്താദ് ആത്മാ പശ്ചാത് ആത്മാ ദക്ഷിണതഃ ആത്മോത്തരത. ഇങ്ങനെയൊക്കെ കണ്ടിട്ട് സസ്വരാട് ഭവതി സർവേഷു ലോകേഷു കാമചാരോ ഭവതി. അയാൾ സ്വരാജ്യ സിംഹാസനത്തിലിരിക്കുകയും എവിടെയും സ്വച്ഛന്തമായി ഒരു തടസ്സമില്ലാതെ ആനന്ദമായി സഞ്ചരിക്കുകയും ചെയ്യുന്നു. ആത്മാവിൽ നിന്ന് അന്യമായ ഒരു വസ്തുവില്ല. കണ്ണാടിയിൽ നോക്കി പ്രതിബിംബം കാണുന്ന പോലെ സർവത്ര എവിടെ ദൃഷ്ടി വീണാലും ആത്മദർശനമാണ്. അപ്പോ കണ്ണടച്ചിരുന്നാലും കണ്ണു തുറന്നിരുന്നാലും ഒക്കെ സമം തന്നെ. യോ അന്തഃസുഖഃ അന്തരാരാമഃ തഥാ അന്തർജ്യോതി. അയാൾക്ക് അറിവ് എവിടെയാ? ഉള്ളിൽ തന്നെയാണ്. പുറത്ത് ഒരു അറിവിനെയും അയാൾക്ക് ആശ്രയിക്കേണ്ട, ഒരു പുസ്തകവും അയാൾക്ക് വേണ്ട, ഒരു പ്രമാണവും അയാൾക്ക് വേണ്ട. വാഗ് വിവൃതാശ്ച വേദാഃ. ശ്രുതി പറയണത് വായി തുറന്നാൽ വേദമാണെന്നാണ്. അയാൾക്ക് വേദമെന്ന് പറഞ്ഞ് ഇനി ഒരു പുസ്തകം പഠിക്കേണ്ട ആവശ്യമില്ല. വാഗ് വിവൃതാശ്ച വേദാഃ. ബാഹ്യമായി വേദമെന്ന് പറഞ്ഞ് ശാസ്ത്രമെന്ന് പറഞ്ഞ് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേദാനപി സന്യസ്യതി.
ലോകാൻ സന്യസ്യതി. അയാള് വേദത്തിനെയും കടന്നുപോയി. നിസ്ത്രൈഗുണ്യോ ഭവാർജുന എന്നാണ്. വാഗ്വിവൃതാശ്രവേദാഹ. വായു തുറന്നാൽ വേദമാണ്. കാരണം എന്താ? അവിടെ മനസ്സില്ലാത്തത് കൊണ്ട് ഹൃദയത്തിൽ നിന്നും എന്തു വരുന്നുവോ അത് വേദമായിട്ട് മാറുക. അപ്പോ അന്തഃസുഖ അന്തരാരാമ തഥാ അന്തരേവ ആത്മനിയേവ പ്രകാശഃ യസ്യ. അയാൾക്ക് ഉള്ളിലാണ് വെളിച്ചം. നമുക്ക് പുറത്താണല്ലോ വെളിച്ചം, അല്ലേ? മുമ്പൊക്കെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു യോഗി, ഒരു അവധൂതൻ ഒരു അഗ്രഹാരത്തിൽ താമസിച്ചിരുന്നു. അഗ്രഹാരത്തിൽ ധാരാളം പണ്ഡിതന്മാരുണ്ട്. അവര് ധർമ്മശാസ്ത്രം, വേദാധ്യയനം, ശാസ്ത്രാധ്യയനവും ഒക്കെ ചെയ്ത് എല്ലാ ദിവസവും ചർച്ചകളും ഡിസ്കഷൻസും ഒക്കെ നടക്കും. അതേപോലെ വേദാന്ത വിഷയമായിട്ടുള്ള കാര്യങ്ങളും അവര് ഗംഭീരമായി തർക്കിക്കലും ചർച്ച ചെയ്യലും ഒക്കെ ചെയ്യും. ആരും ഉള്ളിൽ കടന്ന് ഉള്ളിൽ ആ സുഖത്തിനെ കാണാൻ ശ്രമിച്ചവരാരുമില്ല. ഒക്കെ വാക്കുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യലും തർക്കിക്കലും ഒക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ അവധൂതൻ, അദ്ദേഹം ഒരു ചെറിയൊരു കുടിലിന്റെ ഉള്ളിൽ താമസിക്കുകയാണ്. ഒരു ദിവസം രാവിലെ മുതൽ ആ അഗ്രഹാര തെരുവിൽ ഇങ്ങനെ എന്തോ അന്വേഷിച്ച് നടക്കണ്ട്. അപ്പൊ ഒരാൾ ചോദിച്ചു, എന്താ അന്വേഷിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നു, ഇവിടെ എവിടെയോ വീണു, അത് അന്വേഷിക്കുകയാണ്. അവര് കുറച്ചു നേരം അവരും കൂടെ ചെന്ന് നോക്കി, പിന്നെ കിട്ടിയില്ല. അവര് പോയി. വരുന്നവരൊക്കെ ചോദിക്കുകയും ഇയാളുടെ കൂടെ തിരയുകയും ചെയ്തു. കുറെ വൈകുന്നേരം ആവുന്നവർ ഇദ്ദേഹം ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ കൂടെ നിൽക്കുന്ന ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് വല്ലതും ഓർമ്മയുണ്ടോ? ഈ മോതിരം എവിടെയാ വീണത്, വല്ലതും ഓർമ്മയുണ്ടോ? അയാൾ പറഞ്ഞു, ഞാൻ താമസിക്കുന്ന മുറിയുടെ ഉള്ളിലാണോ. അപ്പൊ മുറിയുടെ ഉള്ളിൽ വീണ സാധനത്തിനെ ഈ തെരുവിൽ വന്ന് അന്വേഷിച്ചാൽ കിട്ടുവോ? അപ്പൊ അയാൾ പറഞ്ഞു, അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? മുറിയുടെ ഉള്ളിൽ ഇരുട്ടാണ്, ഇവിടെ വെളിച്ചമുണ്ട്, അതുകൊണ്ട് വെളിച്ചമുള്ള സ്ഥലത്ത് ഞാൻ അന്വേഷിക്കാം. ഇതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരും ഇപ്പൊ ഭ്രാന്തനായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. മുറിയുടെ ഉള്ളിൽ വെളിച്ചമില്ലെങ്കിലും അവിടെയാണോ മോതിരം ഉള്ളതെങ്കിൽ അവിടെ വെളിച്ചം കൊണ്ടുപോയി അന്വേഷിക്കണം. അല്ലാതെ വെളിച്ചം ഇപ്പൊ ഈ തെരുവിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവിടെ മോതിരം കിട്ടില്ല, ഇവിടെ വെളിച്ചമുണ്ടെന്ന് പറഞ്ഞ് അന്വേഷിച്ചാൽ കിട്ടുവോ? അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കിട്ടില്ല അല്ലേ? കിട്ടില്ല. അതാണ് ഞാൻ നിങ്ങളോടും പറയണത്. നിങ്ങൾ അന്വേഷിക്കണ സുഖം അല്ലെങ്കിൽ ബ്രഹ്മം എന്തൊക്കെയോ ശാസ്ത്രത്തിലൊക്കെ പറയണുണ്ടല്ലോ, നിങ്ങളൊക്കെ ചർച്ച ചെയ്യണുണ്ടല്ലോ, ആ വസ്തു ഉള്ളിലാണ് ഉള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഉള്ളിൽ പ്രകാശമില്ല, നിങ്ങൾക്ക് പുറമേക്കാണ് പ്രകാശം. പക്ഷെ നിങ്ങൾക്ക് പുറമേക്കാണ് പ്രകാശം ഉള്ളതെന്ന് വെച്ചിട്ട് പുറമേക്ക് അന്വേഷിച്ചാൽ അത് കിട്ടുമോ? ഉള്ളിൽ പ്രകാശമില്ലെങ്കിൽ ഉള്ളിൽ പ്രകാശം കൊണ്ടുപോയി അന്വേഷിക്കണമെന്നല്ലാതെ നിങ്ങൾക്ക് പുറമേക്ക് പ്രകാശം ഉണ്ടെന്ന് വിചാരിച്ച് ഇവിടെ അന്വേഷിച്ചാൽ അത് കിട്ടില്ല. അന്തർജ്യോതിരേവയഃ. ഉള്ളിൽ അന്വേഷിച്ച് വേണം കാണാൻ. ഒരു അവധൂത്, ഒരു സിദ്ധൻ, ശിവവാക്യർ എന്ന തമിഴ് സിദ്ധൻ, അദ്ദേഹം കുറെ ദിവസമായി ഒരാളെ കണ്ടുകൊണ്ടിരുന്നു. അയാളൊരു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആലുമരത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കും, ശിവലിംഗത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കും, എന്തൊക്കെയോ മന്ത്രം ജപിക്കുന്നുണ്ട്, കുറേയൊക്കെ ജപിക്കുന്നുണ്ട്. കുറെ കാലമൊക്കെ ഉണ്ടാതിരുന്നു. കുറെ കഴിഞ്ഞപ്പോ ഇയാളുടെ സ്വഭാവമൊന്നും മാറണമില്ല, ശാന്തി ഉണ്ടാവണമില്ല. ഒരു ശിവലിംഗത്തിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് എന്തോ ജപിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ദേഷ്യപ്പെടും, പല വിധത്തിലും ആവും. അപ്പൊ ഈ ശിവവാക്യർ അയാളോട് ചോദിക്കുകയാണ്, നട്ടക്കല്ല് പേശുമാ നാഥനുള്ളിരുക്കയിൽ சுற்றி வந்து മുണുമുണുന്ന് ചൊല്ലും മന്ത്രമേതടാ. ചുട്ട ചട്ടി ചട്ടുകം കറിച്ചുവൈ അറിയുമോ. വളരെ ശക്തമായ വാക്കാണ്. നട്ടക്കല്ല് പേശുമാ നാഥനുള്ളിരുക്കയിൽ சுற்றி வந்து മുണുമുണുന്ന് ചൊല്ലും മന്ത്രമേതടാ. ഈ നട്ടുവെച്ച കല്ല് എന്നോട് വർത്തമാനം പറയൂ. നാഥനുള്ളിരുക്കയിൽ சுற்றி வந்து മുണുമുണുന്ന് ചൊല്ലും മന്ത്രമേതടാ. എന്തോ മുണുമുണെന്ന് എന്തോ എന്ന് പറയണ്ടല്ലോ. എത്ര കാലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്? അപ്പൊ വളരെ ശക്തമായി പറയാണ്, ഉള്ളിൽ അന്തർജ്യോതിരേവയാ. ഉള്ളില് അകമേക്ക് അന്വേഷിച്ച് അകമേ ഉള്ള അറിവിനെ ആശ്രയിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവന് ഭഗവത് പ്രാപ്തി ഉണ്ടാവുന്നത്. സയോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. അങ്ങനെ ഉള്ളിൽ തന്നെ വെളിച്ചമും ഉള്ളിൽ തന്നെ ആനന്ദമും ഉള്ളിൽ തന്നെ തനിക്ക് കൂട്ടുകാരനും വെളിയിൽ ഒന്നിനെയും ആശ്രയിക്കാത്തൊരു സ്റ്റേറ്റ് ഒരാൾക്ക് വന്നാൽ അയാൾ സ്വയമേവ
ജീവിച്ചിരിക്കുമ്പോ തന്നെ, ശരീരത്തിലിരിക്കുമ്പോ തന്നെ സ്വയമേവ ബ്രഹ്മമായി, ബ്രഹ്മസ്വരൂപമായി ഇരുന്നു കൊണ്ട് ബ്രഹ്മത്തിനെ പ്രാപിക്കും. ബ്രഹ്മഭൂത ബ്രഹ്മനിർവാണം അധിഗച്ഛതി യഥാ നദ്യ. ശ്രുതി പറയണത് അങ്ങനെയാ. നദികളൊക്കെ പോയി സമുദ്രത്തിൽ ചേർന്ന് നാമരൂപമില്ലാതാവുന്ന പോലെ സത്യത്തിനെ കാണുന്നവരും നാമരൂപമില്ലാതായി പരമപുരുഷനെ അറിയുന്നു. യഥാ നദ്യ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാദ് വിമുക്തഃ പരാത്പരം പുരുഷം ഉപൈതി ദിവ്യം. പരാത്പരനായ പുരുഷനെ, പരമേശ്വരനെ, പുരുഷോത്തമനായ ഭഗവാനെ ഹൃദയത്തിൽ അറിയുന്നു. അപ്പോ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. ബ്രഹ്മഭൂതനായിട്ട് തീർന്ന് ബ്രഹ്മനിർവാണം. നിർവാണം എന്ന് വെച്ചാൽ ഇല്ലാതായിട്ട് തീരുക എന്നർത്ഥം. കർപ്പൂരം അഗ്നിയില് വീണിട്ട് ഇല്ലാതാവുന്ന പോലെ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. ഭഗവത് സ്വരൂപത്തിൽ തന്നെ ഇല്ലാതാക്കി തീർത്ത് ജീവന്നേവ ബ്രഹ്മഭൂതസ്സൻ അധിഗച്ഛതി പ്രാപ്നോതി. അടുത്ത ശ്ലോകം. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധായതാത്മാനഃ സർവഭൂതഹിതേ രതാഃ. ലഭന്തേ ബ്രഹ്മനിർവാണം മോക്ഷം ഋഷയഃ സമ്യക് ദർശിനഃ ക്ഷീണകൽമഷാഃ ക്ഷീണപാപാഃ നിർദോഷാഃ ഛിന്ന സംശയാഃ. സകല സന്ദേഹങ്ങളും സംശയങ്ങളും അസ്തമിച്ച് നിയത ചിത്തത്തോടു കൂടിയിട്ടുള്ള യതികൾ അഥവാ ഭക്തന്മാർ ബ്രഹ്മനിർവാണത്തിനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രാപിക്കുന്നു. അവർ ഋഷികളാണ്. ക്ഷീണകൽമഷാഹ. കൽമഷം എന്ന് വെച്ചാൽ കാമക്രോധ ലോപമോഹമതമാത്സര്യാദി വേഗങ്ങൾ, നമ്മളെ പാപം ചെയ്യിപ്പിക്കുന്നതും വെളിയിലേക്ക് തള്ളിവിടുന്നതും മനസ്സിനെ ശാന്തമായിരിക്കാൻ അനുവദിക്കാതിരിക്കുന്നതുമായ ഇന്നർ ഡിസ്റ്റർബൻസസ്, അത് മുഴുവൻ അടങ്ങിപ്പോകുന്നു. അടങ്ങിപ്പോയിട്ടുള്ളവർ ബ്രഹ്മനിർവാണത്തിനെ പ്രാപിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവര് ബ്രഹ്മാനുഭവം നേടുന്നു. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയ ക്ഷീണകൽമഷാഹ ഛിന്നദ്വൈധാഹ. ദ്വിതീയത്വം, സംശയം, ദ്വൈതഭാവം ഒക്കെ വിട്ടുപോയി, സകല സന്ദേഹങ്ങളും പോയി, അവരുടെ അഹങ്കാരം തന്നെ ഇല്ലാതായിട്ട് ഞാൻ എന്റെ എന്നുള്ള ഭാവം ഒക്കെ പോയി, അവര് തന്നെ ഭഗവാന്റേതായി കഴിഞ്ഞു. അവർ തന്നെ ഭഗവാന്റെ സ്വത്തായി കഴിഞ്ഞു. അവരുടെ ചുമതല ഭഗവാന്റെ ആയിക്കഴിഞ്ഞു. അവർക്ക് അവരുടേതായ ജീവിതമില്ല. അവര് ലഭന്തേ ബ്രഹ്മനിർവാണം. ബ്രഹ്മനിർവാണം അവർക്ക് കിട്ടുന്നു എന്നാണ്. കിട്ടുന്നു എന്ന് വെച്ചാൽ എവിടെ നിന്ന് കിട്ടുന്നു? നേടിയെടുക്കണമെന്നല്ല പറഞ്ഞത്, ലഭന്തേ എന്നാണ്. നേടിയെടുക്കുന്നതിനും ലഭിക്കുന്നതിനും വ്യത്യാസമുണ്ട്. നേടിയെടുക്കുന്നത് എന്റെ പരിശ്രമം കൊണ്ടാണ്, ഞാൻ അവിടെ നിന്നുകൊണ്ടാണ് അത് നേടിയെടുക്കുന്നത്. ലഭന്തേ എന്നുള്ളത് കിട്ടുകയാണ്. കിട്ടൽ എങ്ങനെയാ? സ്വയം തന്നിൽ തന്നെ ഉള്ള ബ്രഹ്മനിർവാണത്തിനെ കാണുകയാണ്. ബ്രഹ്മനിർവാണം പുറത്തുനിന്ന് നേടുകയല്ല, ബ്രഹ്മനിർവാണം നമ്മളുടെ സ്വരൂപമാണ്. വൈകുണ്ഠക്കേന ദൃഷ്ട ശ്രവണപഥഗത സ്വപ്നവദ്ഭാതി ചിത്തെ തദ്വൃത്തീനാം നിരോധ സഹജശയനവത് തത്ര കോവാ പ്രമോദ. എവിടെയെങ്കിലുമൊക്കെ ഒരു വൈകുണ്ഠത്തിലേക്കോ കൈലാസത്തിലേക്കോ സ്വർഗത്തിലേക്കോ എവിടെയെങ്കിലും പോകണമെന്നില്ല. വൈകുണ്ഠം ഇവിടെ തന്നെ, ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ഒരു വിഘ്നവുമില്ലാതെ തന്നില് തന്റെ തന്നെ അന്തര്യാമി, തന്റെ തന്നെ സ്വരൂപം, ഒരു കുണ്ഠമുമില്ലാതെ. കുണ്ഠം എന്ന് വെച്ചാൽ സംശയം, അതാണ് ചിന്നദ്വൈധ. ഒരു കുണ്ഠമുമില്ലാതെ പ്രകാശിക്കുമ്പോ അത് വൈകുണ്ഠമായിട്ട് തീരും. ഇവിടെ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ അവര് വൈകുണ്ഠത്തിനെ അനുഭവിക്കാം, കൈലാസത്തിനെ അനുഭവിക്കാം, പരമപദത്തിനെ അനുഭവിക്കാം, സത്യലോകത്തിലിരിക്കാം. ഏഷ ബ്രഹ്മലോക, ബ്രഹ്മലോകത്തിലിരിക്കാം. അവർക്ക് അന്യമായൊരു വസ്തുവില്ല. എത്ര അന്യത് പശ്യതി നാന്യത് ശൃണോതി നാന്യത് വിജാനാതി. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷേ ക്ഷീണകൽമഷാഹ ഛിന്നദ്വൈധാ യഥാത്മാനഃ സർവഭൂതഹിതേ രതാഃ. അതിനുശേഷം അവര് ലോകത്തിൽ ജീവിക്കുകയാണെങ്കിൽ എങ്ങനെ ജീവിക്കും? അവർക്ക് അവരുടേതായ ജീവിതമില്ല, ഒന്നും നേടിയെടുക്കാനുമില്ല. അങ്ങനെയുള്ള ജീവൻ മുക്തൻ
ശ്വാസപ്രശ്വാസം ചെയ്യുന്നത് പോലും ലോകഹിതത്തിന് വേണ്ടിയിട്ടാണ്, ലോകമംഗളത്തിന് വേണ്ടിയാണ്. ആ ശരീരം കൊണ്ട് ഇനി അവർക്കൊന്നും നേടിയെടുക്കാനായിട്ടില്ല. സർവഭൂതഹിതേരതാഹ, സർവഭൂതങ്ങൾക്കും ഹിതമുണ്ടാവട്ടെ എന്ന് ഉള്ള ഒരു കരുണ, ആ കരുണയും അവരുടേതല്ല, ഈശ്വരന്റേതായ കരുണ അവരിലേക്ക് കുടിയേറിപ്പാർക്കുകയാണ്. ആ ശരീരത്തിലേക്ക് കുടിയേറിപ്പാർക്കുകയാണ് ഭഗവാന്റെ കാരുണ്യശക്തി, ഭഗവാന്റെ അരുള്, ഭഗവാന്റെ കരുണ, ഭഗവാന്റെ കൃപ ആ ശരീരത്തിലേക്ക് കുടിയേറിപ്പാർത്ത് അരുൾവടിവേന്തി അലഞ്ഞിടുന്നു യോഗി. ആ യോഗിക്ക് തന്റെ ശരീരം അല്ല ഇപ്പൊ ധരിക്കുന്നത്, അരുൾവടിവേന്തി അലഞ്ഞിടുന്നു എന്നാണ്. അരുൾ ശരീരത്തിനെ ധരിച്ചുകൊണ്ട്, കരുണാശരീരത്തിനെ ധരിച്ചുകൊണ്ട് കുറച്ചു കാലം കൂടെ ലോകത്തിൽ നിൽക്കും. ആ ലോകത്തിൽ നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒന്നും തനിക്കൊന്നും ചെയ്യാനില്ല. എപ്പോഴും എനിക്കൊരു എക്സാമ്പിൾ തോന്നും, ചിലപ്പോ ചേരിലായിരിക്കാം, എന്നാലും മഹാഭാരത യുദ്ധത്തില് ഘടോൽഗജൻ അവസാനം കർണൻ ആ വേലങ്ങട് എറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ താൻ ചാവാൻ പോവാണ്. ആ ചാവണ സ്ഥിതിയില് തന്റെ ശരീരത്തിനെ ഭീമാകാരമാക്കിയിട്ട് അങ്ങോട്ട് കൗരവ സൈന്യത്തിന്റെ മേത്തേക്ക് വീഴും. അവസാനം താൻ മരിച്ചു പോവുകയും ആ ശരീരത്തിനെ പോലും പാണ്ഡവർക്ക് വിജയം നേടിക്കൊടുക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ശരീരത്തിനെ ഭീമാകാരമാക്കി വളർത്തിക്കൊണ്ട് മരിച്ചു കഴിഞ്ഞ ശരീരം പോലും ഒരു കൈങ്കര്യം ചെയ്തിട്ട് മരിച്ചു പോവുകയാണ്. അതുപോലെ പ്രാപിക്കേണ്ടത് പ്രാപിച്ചു കഴിഞ്ഞ ജീവൻ മുക്തന്റെ ശരീരം വസന്തവത് ലോകഹിതം ചരന്ത. വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു. അതെങ്ങനെയാ ശ്ലോകം തുടങ്ങണത്? എനിക്ക് ഓർമ്മയുണ്ടോ? ആദ്യത്തെ ലൈൻ ശാന്താമഹാന്തഃ നിവസന്തി സന്തഃ വസന്തവത് ലോകഹിതം ചരന്തഃ തീർണാ സ്വയം ഭീമഭവാർണവം ജനാൻ അഹേതുനാന്യാനപി താരയന്തഃ. ശാന്താഃ മഹാന്തഃ നിവസന്തി സന്തഃ. ഈ ബ്രഹ്മനിർവാണത്തിനെ പ്രാപിച്ച ജ്ഞാനി എങ്ങനെ ഇരിക്കുന്നു? ശാന്താഃ മഹാന്താഃ. മഹാന്തഃ ശാന്തിയെ നേടിക്കഴിഞ്ഞു, തനിക്കിനി ഒന്നും നേടാനില്ല. മഹാന്തഃ നിവസന്തി സന്തഃ. അങ്ങനെയുള്ള സന്തുക്കൾ എപ്പോഴും ഉണ്ടെന്നാണ്. വസന്തവത് ലോകഹിതം ചരന്ത. വസന്തകാലം വരുമ്പോ എല്ലായിടത്തും പൂ പൂക്കുന്നതും സുഗന്ധം പരക്കുന്നതും പോലെ ലോകഹിതത്തിനായി ചരിക്കുകയും തീർണാസ്വയം ഭീമഭവാർണവം, ഈ ഭയങ്കരമായ സംസാര സമുദ്രത്തിനെ തരണം ചെയ്തിട്ട് സതരതി സതരതി സ അന്യാനപി താരയതി എന്ന് നാരദ ഭക്തി സൂത്രം. സതരതി സതരതി സ അന്യാനപി താരയതി എന്നാണ്. തീർണാസ്വയം ഭീമഭവാർണവം ജനാന് അഹേതുന, ഒരു ഫലയിച്ഛയും കൂടാതെ, എന്തെങ്കിലും കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹവും കൂടാതെ, അന്യാനപി താരയന്തഃ, മറ്റുള്ളവരെയും ഈ മാർഗത്തിൽ പിടിച്ചു കൂട്ടിക്കൊണ്ടു പോവുകയും പരമപദത്തിനെ കാണിച്ചു കൊടുക്കുകയും ഭഗവത് അനുഭവത്തിനെ നേടിക്കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ഒറ്റ ഒരു പണി മാത്രമേ ഉള്ളൂ എന്നാണ്. വാൽമീകി മാനസരാമായണത്തില് ഒരു കഥ പറയാതെ, മാനസരാമായണത്തിലുണ്ടോ അല്ല കൂടെ ചേർത്തി പറയുന്ന കഥയാണോ എന്ന് എനിക്കിപ്പോ ശരിക്കും ഓർമ്മയില്ല. ഗുഹൻ തോണി കടക്കാൻ നിൽക്കുമ്പോ, തോണി കടത്തി വിടുമ്പോ രാമൻ പറഞ്ഞു, എനിക്ക് അങ്ങക്ക് തരാനൊന്നുമില്ലല്ലോ, ഒരു കടത്തുകാരന് വല്ലതും കൊടുക്കണ്ടേ, കടത്തുകാരന് വല്ലതും കൊടുക്കണ്ടേ. അപ്പൊ ഗുഹൻ പറയാണ്, ഒരേ ജോലി ചെയ്യുന്നവര് ഒരു കടത്തുകാരൻ മറ്റൊരു കടത്തുകാരന്റെ അടുത്ത് കടത്തുകൂലി വാങ്ങിക്കാറില്ല. ഞാനങ്ങ് ഈ നദി, ഈ ഗംഗ കടത്തിവിട്ടതിന് പകരമായി അവിടുന്ന് തന്നെ ഈ സംസാര സമുദ്രവും കടത്തിവിട്ടാൽ മതി എന്നാണ്. അഹേതുനാന്യാനപി താരയന്തഃ, ഒരു ഹേതുവും ഒരു ഫലേച്ഛയും കൂടാതെ തരണം ചെയ്യിപ്പിക്കുക. അതിനുവേണ്ടി ആ ശരീരം സർവഭൂതഹിതേ രതാഹ, ലോകമംഗളത്തിനായിട്ട് വേണ്ടി
ആ ശരീരം നിലനിൽക്കുന്നു എന്ന്. അടുത്ത ശ്ലോകം. കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിദോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. കാമക്രോധവിയുക്താനാം യതചേതസാം സംയതാന്തഃകരണാനാം ഉഭയതഃ ജീവതാം അഭിതഃ ഉഭയതഃ ജീവതാം മൃതാനാം ച ബ്രഹ്മനിർവാണം മോക്ഷഃ വർത്തതേ വിദിതാത്മനാം. വിദിതഃ ജ്ഞാതഃ ആത്മാ യേഷാം തേ വിദിതാത്മനഃ തേഷാം വിദിതാത്മനാം സമ്യക് ദർശനാം ഇത്യർത്ഥഃ. കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം. ആരെയാണ് യതികൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ആരുടെ ഉള്ളിൽ നിന്നും സമ്പൂർണമായും കാമവും ക്രോധവും പോയോ, ആരുടെ ചിത്തം നിയമിതമായിട്ടിരിക്കുന്നുവോ അവർക്ക് അഭിതഃ ബ്രഹ്മനിർവാണം വർത്തതേ. അവർക്ക് ജീവിച്ചിരിക്കുമ്പോ തന്നെ അവര് ബ്രഹ്മനിർവാണം നേടിയവരാണ്. ഇനി ശരീരം വീണുപോയാൽ അവർക്കൊന്നും സംഭവിക്കാൻ പോണില്ല. ജീവതോ യസ്യ കൈവല്യം വിദേഹേ സച കേവലഃ യത് കിഞ്ചിത് പശ്യതോ ഭേദം ഭയം ബ്രൂതേ യജുശ്രുതി എന്ന് വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ ഒരു കാര്യം പറയുന്നു. ജീവതോ യസ്യ കൈവല്യം, ശരീരത്തോടെ ഇരിക്കുമ്പോൾ തന്നെ അയാൾ കൈവല്യത്തിനെ നേടിക്കഴിഞ്ഞു. ജീവതോ യസ്യ കൈവല്യം വിദേഹേ സച കേവലഃ. അയാള് ശരീരം വീണു കഴിഞ്ഞാലും അവൻ കേവലനാണ്. അയാൾക്ക് അന്യമായൊന്നുമില്ല. ഏകവും അദ്വയവും ആനന്ദസ്വരൂപവുമായ ഒരു വസ്തു മാത്രമേ ഉള്ളൂ. ജീവിച്ചിരിക്കുമ്പോ തന്നെ അയാൾക്ക് ദ്വൈതപ്രപത്തി ഇല്ല. സകലതും ഒരേ വസ്തുവായി ഒരേ ഭഗവത് സ്വരൂപമായി അറിയുന്നവന് യത്കിഞ്ചിത് പശ്യതോ ഭേദം ഉദരമന്തരം കുരുതേ അതതസ്യ ഭയം ഭവതി എന്ന് തൈത്തിരീയ ശ്രുതി പറയുന്നു. അല്പമെങ്കിലും അന്തരം കാണുന്നത് വരെ ഭയം ഉണ്ടാവുന്നു. ഇയാൾക്ക് ഭയവും വിട്ടുപോയി. അതുകൊണ്ട് ശരീരമിരിക്കുമ്പോ തന്നെ ബ്രഹ്മനിർവാണ സുഖത്തിനെ അനുഭവിക്കുന്നവന് അയാൾക്ക് ചുറ്റും ബ്രഹ്മനിർവാണ സുഖം തളം കെട്ടി നിൽക്കുമെന്നാണ്. അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം എന്നുള്ളതിന് വേറെ ചില വൃത്തികാരന്മാരുടെ ഒക്കെ വ്യാഖ്യാനം അങ്ങനെയാണ്. സ്വയം ജ്ഞാനത്തിനെ നേടിയ ജ്ഞാനികളുടെ സന്നിധിയില് ഒരു പുഷ്പത്തിൽ നിന്നും സുഗന്ധം വരുന്ന പോലെ, വേനൽ ചൂടിൽ നിന്നും ഒരു തണുപ്പുള്ള ഒരു മുറിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ AC ഇട്ട റൂമിന്റെ ഉള്ളിലേക്ക് കയറിയാൽ എങ്ങനെ പെട്ടെന്ന് വ്യത്യാസം അറിയുന്നു, അതുപോലെ ലൗകികമായ അന്തരീക്ഷത്തിൽ നിന്നും തപോനിഷ്ഠനായ ഒരാളുടെ സന്നിധിയില്, ബ്രഹ്മനിർവാണത്തിനെ പ്രാപിച്ച യോഗിയുടെ സന്നിധിയില് ബ്രഹ്മനിർവാണം തളം കെട്ടി നിൽക്കുമെന്നാണ്. അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. ആത്മാവിനെ അറിഞ്ഞിട്ടുള്ള ആത്മജ്ഞാനികളുടെ അഭിതഃ എന്ന് വെച്ചാൽ ചുറ്റുമെന്നർത്ഥം, മുൻപിലെന്നർത്ഥം. ബ്രഹ്മനിർവാണം വർത്തതേ, ബ്രഹ്മനിർവാണം അവരുടെ മുമ്പിലുണ്ട്. അഥവാ അവർക്ക് തന്നെ, ഈ സത്യം അറിഞ്ഞവർക്ക് ബ്രഹ്മനിർവാണം വളരെ സുലഭമാണ്, അവർക്ക് സിദ്ധിച്ചിട്ടുള്ള വസ്തുവാണ്. അവസാന സമയത്ത് മഹാസമാധിക്ക് മുമ്പ് വിവേകാനന്ദ സ്വാമി പറഞ്ഞു, ഒരു ദിവസം വൈകുന്നേരം ബേലൂർ മഠത്തില് സന്യാസികളൊക്കെ ഇരിക്കുമ്പോ സ്വാമി മരത്തിന്റെ ചോട്ടിലിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരത്ചന്ദ്ര ചക്രവർത്തി എന്ന ശിഷ്യനോട് പറഞ്ഞു, എവിടെയാ നീ ബ്രഹ്മത്തിനെ അന്വേഷിക്കുന്നത്? ഇവിടെ ഉള്ളത് മുഴുവൻ അതാണ്. മുമ്പിൽ സുവ്യക്തമായിട്ട് ഞാൻ കാണുന്നു, ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല. സകലതും ബ്രഹ്മമാണ്. അകമയ്ക്ക് അപരോക്ഷമായി ഞാൻ അതിനെ കാണുന്നു. പുറത്തു മുഴുവൻ ഉള്ളത് അതാണ്. അതല്ലാതെ മറ്റൊരു വസ്തുവില്ല കുഞ്ഞേ എന്ന് പറഞ്ഞു. ആനന്ദത്തിൽ അങ്ങനെ ഒന്ന് വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു സഹോദര സന്യാസി രാമകൃഷ്ണദേവന്റെ മറ്റൊരു ശിഷ്യനായ ഒരു സ്വാമി പൂജയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, കയ്യില് പൂജാപാത്രമൊക്കെ ആയിട്ട്. ആ പൂജാപാത്രമൊക്കെ ചോട്ടിലിട്ടിട്ട് നിന്നിടത്ത് ചിത്രം വരച്ചു വെച്ച പോലെ കുറച്ചു നേരത്തേക്ക് സമാധിസ്ഥിതനായിട്ട് ഈ വാക്കുകൾ കേട്ടിട്ട് സർവവും മറന്ന് ലോകം മറന്ന് സമാധിസ്ഥിതനായിട്ട് നിന്നുപോയി. ആ വാക്കിൽ അത്രയധികം ധ്വനിയുമുണ്ട്. സ്വയം തന്റെ മുമ്പിൽ അത് കാണുന്നു. ലെറ്റർ ലുക്ക് എഴുതുന്നുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാത്രം നമുക്ക് അടുത്ത കാലത്തിൽ കാണാവുന്നതില് ഒരു കാര്യം, മരണത്തിന് മുമ്പിൽ കാണുന്നതും, ഞാൻ 40 വയസ്സ് വരെ ഇരിക്കില്ലെന്നും ഞാൻ എന്റെ മുമ്പിൽ ബ്രഹ്മനിർവാണത്തിനെ കാണുന്നുവെന്നും
എപ്പോൾ വേണമെങ്കിലും ഞാൻ ആ അനന്തതയിൽ ഇല്ലാതായിട്ട് തീരുമെന്നൊക്കെ കത്തുകളിൽ എഴുതുന്നുണ്ട്. ആ 7 വാള്യത്തിലെ എപ്പിസിൽസ് എന്ന് പറഞ്ഞിട്ട് ആ കത്തുകൾ വരും. ആ കത്തുകളിൽ, എഴുത്തുകളിലൊക്കെ കാണാം, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് എഴുതുന്ന കത്തുകളിൽ കാണാം, ഞാൻ ഇപ്പതാ ഇല്ലാതായി പോകുന്ന പോലെ എന്റെ മുമ്പിൽ ആ സത്യത്തിനെ ഞാൻ കാണുന്നു. നിത്യനിരന്തരമായി സത്യത്തിനെ ഞാൻ അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കത്തുകളിലൊക്കെ കാണാം. ഞാൻ 40 വയസ്സ് വരെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയണതൊക്കെ ആ കത്തുകളിൽ കാണാം. അപ്പോ ബ്രഹ്മനിർവാണ സുഖം സത്യദർശികളുടെ മുമ്പില് സുവ്യക്തമാണ്, അപരോക്ഷമാണ്. അങ്ങനെ കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതാ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. ആത്മതത്വം അറിഞ്ഞവർക്ക് രാഗദ്വേഷങ്ങളൊക്കെ ശമിക്കുമ്പോ, ശരീരമിരിക്കുമ്പോ തന്നെ ബ്രഹ്മനിർവാണ സുഖം അനുഭവത്തിൽ വരുന്നു. രാഗദ്വേഷം ഒന്നും ശമിച്ചിട്ടില്ലെങ്കിൽ ആത്മതത്വം അറിഞ്ഞാലും ജീവിച്ചിരിക്കുമ്പോ ബ്രഹ്മനിർവാണ സുഖം അറിയില്ല. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു, തട്ടിത്തട്ടിപ്പെരുക്കി പെരുവെളിയതിലാക്കുവാൻ പിന്നെയാട്ടെ. അല്പം ഒരു കാര്യമുണ്ട് എന്നാണ്. കൂട്ടക്കൊട്ടോട് കോട്ടയ്ക്കകമേറി സുഖിപ്പാൻ വരം താ എന്നൊക്കെ നാരായണ ഗുരുസ്വാമി സുബ്രഹ്മണ്യ സ്തോത്രത്തില് പാടുന്നുണ്ട്. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി, മനസ്സിൽ അജ്ഞാനം നീങ്ങി, ദിനകരനുദയം ചെയ്തു എന്ന്, സൂര്യൻ ഉദിച്ചു. തട്ടിത്തട്ടിപ്പെരുക്കി പെരുവെളിയതിലാക്കുവാൻ എന്ന് വെച്ചാൽ പതുക്കെ 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 മനസ്സിനെ പൂർണ്ണമായി ഹോമിച്ച് 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 ആ ജ്ഞാനാഗ്നിയിൽ ഭസ്മമാക്കുവാൻ അല്പം ഇത്തിരി പണിയുണ്ട് എന്നാണ്. പൂർണ്ണമായി മനസ്സ് ശമിച്ച് ആനന്ദത്തില് ഇരുന്ന് ആനന്ദത്തിനെ നുകരണം, ആനന്ദത്തിനെ അനുഭവിക്കണം. ആ ആനന്ദം അനുഭവിക്കുമ്പോഴാണ് പൂർണ്ണമായ ആനന്ദം, തൃപ്തി, സന്തോഷം ഉണ്ടാവണത്. അതിന് കാമം, ക്രോധം ഉള്ളതൊക്കെ പതുക്കെ 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 ശമിച്ച് ജ്ഞാനം തെളിഞ്ഞ് 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 വന്ന് ശരീരത്തിലിരിക്കുമ്പോ തന്നെ ഭഗവാനെ അനുഭവിക്കാം. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞല്ലോ, തുക്കാറാം ഇങ്ങനെ അവസാന കാലത്ത് തെരുവുകളിലൊക്കെ ചുറ്റി നടക്കുമത്രേ. ആ തമ്പുരവും വെച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് ഭ്രാന്തുപോലെ ഇങ്ങനെ നടക്കുക. അദ്ദേഹം എവിടേക്കെന്ന് വെച്ചാൽ ലക്ഷ്യമൊന്നുമില്ല. അപ്പൊ ചോദിക്കുമ്പോഴൊക്കെ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ കാര്യമായി എന്തോ എടുക്കാൻ പോകുന്ന പോലെയോ എവിടെയോ ആരെയോ കാണാൻ പോകുന്ന പോലെയോ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ വൈകുണ്ഠ എന്ന് പറയാം. അകത്ത് വൈകുണ്ഠത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഭഗവത് ധ്യാനം ഹൃദയത്തിൽ കൂടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. ശരീരം അറിഞ്ഞുകൊണ്ടിരിക്കും, പലതും ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ ഹൃദയത്തിൽ ആ ഭഗവത് ആനന്ദത്തിനെ അനുഭവിക്കുക അനുഭവിക്കുക അനുഭവിക്കുകയും ശരീരത്തിലല്ല നമ്മൾ ഇരിക്കണത്. ശരീരത്തിൽ ഇരിക്കുമ്പോഴും അശരീരികളായിട്ട് തീരും, വിദേഹിയായിട്ട് തീരും. ദേഹത്തിലിരിക്കുമ്പോഴും നമ്മൾ വിദേഹിയായിട്ട് തീരും. ദേഹം ഉണ്ടാവും, പക്ഷെ ദേഹത്തിനെ കുറിച്ച് ചിന്തയുമില്ല, ദേഹത്തിനെ കുറിച്ച് അറിവുമില്ല. നിത്യനിരന്തരമായി ആ ആത്മസുഖത്തിനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരെയാണ് പറഞ്ഞത് അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. അത് അറിഞ്ഞു കഴിഞ്ഞവർ. അവരെങ്ങനെയാ ഉള്ളിൽ അതിനെ അനുഭവിക്കണത്? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. നോക്കാം അവരെങ്ങനെ ആ ബ്രഹ്മയോഗയുക്താത്മാ എന്നൊക്കെ പറഞ്ഞുവല്ലോ, അധ്യാത്മയോഗം ബ്രഹ്മയോഗം എന്നൊക്കെ പറഞ്ഞുവല്ലോ. അതാണ് ഭഗവാൻ ഈ കൺക്ലൂഷനിൽ പറയണത്. അത് അടുത്ത അധ്യായത്തിന് ഒരു ആമുഖം കൂടിയാണ്. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഃ പ്രാണാപാനൗ സമോ കൃത്വാ നാസാഭ്യന്തരചാരിണൗ യതേന്ദ്രിയമനോ ബുദ്ധിഃ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധഃ യഃ സദാ മുക്ത ഏവ സഃ. സമ്യക് ദർശനനിഷ്ഠാനാം സദ്യഃ മുക്തിയുക്ത കർമ്മയോഗശ്ച ഈശ്വരാർപ്പിത സർവഭാവേന ഈശ്വരേ ബ്രഹ്മണി ആദായ ക്രിയമാണഃ സത്വശുദ്ധി ജ്ഞാനപ്രാപ്തി സർവകർമ്മസന്യാസക്രമേണ മോക്ഷായേതി ഭഗവാൻ പദേ പദേ അബ്രവീത് വക്ഷ്യതിച്ച്.
അഥ ഇദാനീം ധ്യാനയോഗം സമ്യക് ദർശനസ്യ അന്തരംഗം വിസ്തരേണ വക്ഷ്യാമി ഇതി തസ്യ സൂത്രസ്ഥാനീയാൻ ശ്ലോകാൻ ഉപദിശതി സ്മാം. ഇനി ധ്യാനയോഗം പറയുന്നതിന് മുമ്പ് അതിനൊരു സൂത്രസ്ഥാനീയമായ ശ്ലോകങ്ങൾ എന്ന് വെച്ചാൽ അതിനെ മുഴുവൻ ചുരുക്കി പറയുക എന്നുള്ള ഒരു ശ്ലോകമാണ് ഭഗവാൻ. 2 ശ്ലോകങ്ങൾ ചേർത്തിയാണ് ഭഗവാൻ ഇവിടെ പറയണത്. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാന് ചക്ഷുശ്ചൈവാന്തരേ ബ്രുവോഃ. സ്പർശാൻ ശബ്ദാദീന് ബഹിഃ ബാഹ്യാന് ബഹിഃ കൃത്വാ ശ്രോത്രാദിദ്വാരേണ അന്തഃ ബുദ്ധൗ പ്രവേശിതാഃ ശബ്ദാദയഃ വിഷയാഃ താൻ അചിന്തയതഃ ശബ്ദാദയഃ ബാഹ്യാഃ ബഹിഃ ഏവ കൃതാഃ ഭവന്തി. എന്നുവെച്ചാൽ പുറമേ നിന്നും ശബ്ദം ഉണ്ടാവും, പുറമേ നിന്നും എന്തെങ്കിലും വസ്തുക്കളെ കണ്ണ് കാണും, പുറമേ പല വസ്തുക്കളും രുചിക്കാനുണ്ടാവും, സ്പർശിക്കാനുണ്ടാവും. അതിലൊന്നും ശ്രദ്ധയില്ലാതെ ആ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഇയാളുടെ ശ്രദ്ധ അവിടെയില്ല. സാധാരണ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം നമ്മൾക്ക് ആലോചിക്കുമ്പോൾ മുമ്പിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും കാണില്ല, എന്തൊക്കെ പറയുണ്ടെങ്കിലും കേൾക്കില്ല, അങ്ങനെ ഇരുന്നു പോകുന്നുണ്ട്. ഇതിപ്പോ ഭഗവത് നിഷ്ഠമാവുന്ന ബുദ്ധി പതുക്കെ പതുക്കെ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളിൽ നിന്നൊക്കെ പിൻവലിയുന്നു. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാന് ചക്ഷുശ്ചൈവ അന്തരേ ബ്രുവോഹോ. കണ്ണൊക്കെ തന്നെ അന്തർമുഖമായി അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചും ഉള്ളടക്കിത്തെരുതരേ വീണു വണങ്ങിയോതിടേണം. കണ്ണുകളൊക്കെ തന്നെ അന്തർമുഖമായി, ഇന്ദ്രിയങ്ങളൊക്കെ അന്തർമുഖമായി. ചക്ഷുശ്ചൈവാന്തരേ ബ്രുവോഹോ. ഭ്രൂമധ്യത്തിലെന്ന വണ്ണം കണ്ണ് നിഷ്ഠമായിട്ട് തീർന്നു. പ്രാണാപാനവും സമൗ കൃത്വാ. പ്രാണായാമം ഒക്കെ ഗുരുവിൽ നിന്നൊക്കെ അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഭഗവാൻ പറയുന്നത് വളരെ ഒരു സിമ്പിൾ പ്രാണായാമമാണ്. ഇതിന് നമുക്ക് ആരും പറഞ്ഞു തരണമെന്നില്ല. വെറുതെ പ്രാണനെ ശ്രദ്ധിച്ചാൽ മതി. വിഷമമായിട്ട് പ്രാണൻ ചലിക്കുമ്പോൾ മനസ്സ് ചഞ്ചലപ്പെടും. പ്രാണനെ വെറുതെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. പ്രത്യവേക്ഷ പ്രാണായാമം എന്ന് പേര്. പ്രത്യവേക്ഷണം നോക്കുകയാണ്. സമയം കിട്ടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ വെറുതെ പ്രാണനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് ഉള്ളിൽ പോകുന്നതും പുറത്തു വരുന്നതും ക്രമേണ അത് നെഞ്ചു വരെ പോണത് അടിവയറ് വരെ പോകുന്നവരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ തന്നെ പ്രാണായാമം ഉണ്ടാവും. വളരെ സിമ്പിളാണ്, വളരെ മെനക്കെട്ടതുമാണ്. നമുക്ക് കാണുമ്പോൾ തോന്നും ഏറ്റവും സിമ്പിൾ പ്രാണായാമമാണെന്ന് തോന്നും. ഇതിനേക്കാളും ഒക്കെ നമുക്ക് ശ്വാസം പിടിച്ചു നിർത്തുകയൊക്കെ ചെയ്യാം. പക്ഷെ ഈ പ്രാണായാമം നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ശ്രദ്ധിക്കുക എന്നുള്ളത് പോലെ വിഷമമുള്ള കാര്യമൊന്നുമില്ല. ഏറ്റവും സിമ്പിൾ കാര്യമൊക്കെ വളരെ വിഷമാണ്. നാമജപം ഏറ്റവും സിമ്പിളാണ്, പക്ഷെ ചെയ്തു നോക്കൂ. സിമ്പിളാണെങ്കിൽ എത്ര മഹാത്മാക്കളും ഭാഗവതന്മാരും ജീവൻ മുക്തന്മാരും നാട്ടിലുണ്ടാവണം. കാര്യം സിമ്പിളാണ്. രാമ രാമ രാമ. എന്താ വിഷമം? ചെയ്യില്ല, ചെയ്യാൻ പറ്റില്ല. വളരെ സിമ്പിളാണെങ്കിലും എന്തൊക്കെ സാധിക്കണോ മനുഷ്യൻ, അല്ലേ? അപ്പോ പ്രാണാപാനവും സമൗകൃത്വ. പ്രാണാപാനന്മാർ പ്രാണൻ ഉള്ളിൽ പോകുന്നതും പുറത്തു വരണേ വെറുതെ ശ്രദ്ധിച്ചാൽ മതി. ഇതിനാരും പഠിപ്പിക്കുകയേ വേണ്ട. യഥേന്ദ്രിയ മനോബുദ്ധി. പതുക്കെ പതുക്കെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളെ ഭുജിക്കുന്നത് താളത്തിലാക്കി നിർത്തുകയും മനസ്സിനെ ശാന്തമാക്കുകയും ഒക്കെ ചെയ്ത് മോക്ഷപരായണാഹ. പരിപൂർണമായ ഭഗവത് പ്രാപ്തി അഥവാ ജീവൻ മുക്തി അഥവാ തത്വജ്ഞാനം ഉണ്ടാവുന്നതാണ് ജീവിത ലക്ഷ്യമെന്ന് വ്രതമെടുത്ത് വിഗത ഇച്ഛാ ഭയക്രോധ. എങ്ങനെയിരിക്കുന്നു? അവന് ഡിസയർ, ആഗ്രഹമില്ല, ഭയമില്ല, ക്രോധമില്ല. ഈ മൂന്നും കൊണ്ടാണ് മനസ്സ് ശമിക്കുന്നത്, മനസ്സ് പുറത്ത് ചഞ്ചലപ്പെടുന്നത്. ആഗ്രഹം ഉണ്ടെങ്കിൽ ഭയം ഉണ്ടാവും, ക്രോധം ഉണ്ടാവും. ആഗ്രഹമുള്ളവൻ പേടിയുള്ളവനായിരിക്കും, ക്രോധമുള്ളവനുമായിരിക്കും. അപ്പൊ വിഗതേച്ഛാ ഭയക്രോധ. ആഗ്രഹമോ ഭയമോ ക്രോധമോ ഇല്ല. അങ്ങനെ നിത്യനിരന്തരം ധ്യാനയോഗത്തിനെ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നവൻ സദാ ആരങ്ങനെ നിരന്തരം ഭഗവത് നിഷ്ഠനായ അന്തർമുഖനായിരിക്കുന്നു. അവൻ മുക്തൻ തന്നെ, അവൻ ജീവൻ മുക്തൻ തന്നെ. മുക്തയേവ സഹ, ഇറ്റ്സ് ഗ്യാരണ്ടീഡാണ്. അവൻ മുക്തനാണ്. നിരന്തരം ധ്യാനയോഗത്തിലിരിക്കുന്നവൻ മുക്തനാണ്. ഇത്രയും പറഞ്ഞ് അപ്പൊ ഈ സാധനയൊക്കെ ഭഗവാനെ നമ്മളൊക്കെ വിചാരിച്ചാൽ നടക്കുമോ?
അങ്ങനെയൊക്കെ നമുക്ക് കണ്ണടച്ചിരുന്ന് ധ്യാനിച്ചോ, നാമം ജപിച്ചോ, പ്രാണായാമം ചെയ്തോ, ശാസ്ത്രവിചാരം ചെയ്തോ ഒക്കെ പറ്റുമോ എന്ന് വെച്ചാൽ ഭഗവാൻ പറയണത് നിനക്ക് വേണമെന്ന് തോന്നിയാൽ മതി. നീ നടന്നു തുടങ്ങൂ, ബാക്കി ഞാൻ പൊക്കിക്കൊണ്ട് പോയിക്കൊള്ളാം. പക്ഷെ നീ അത് തന്നെ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം ഈ ജീവൻ സങ്കല്പിക്കണം, പിന്നെ ഭഗവാൻ ബാക്കിയൊക്കെ ചെയ്തോളൂ. ഒരു സ്റ്റെപ്പ് നീ നടന്നാൽ 99 സ്റ്റെപ്പ് ഞാൻ വയ്ക്കാം. പക്ഷെ ഒരു സ്റ്റെപ്പ് നീ വെച്ചിട്ടില്ലെങ്കിൽ എന്റെ സൈഡിൽ നിന്ന് മൂവ്മെന്റ് ഉണ്ടാവില്ല. അടുത്ത ശ്ലോകം നോക്കൂ. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ ഭക്തവാത്സല്യം, പ്രിയം, എന്താ പറയാ, പ്രേമ, അതൊക്കെ നിറഞ്ഞിരിക്കണം ഈ ശ്ലോകത്തിൽ. ഭോക്താരം യജ്ഞതപസാം. ഇത്ര നേരം ആ സാധന ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അനുഷ്ഠാനം ചെയ്യൂ ഒക്കെ പറഞ്ഞിട്ട് ഭഗവാൻ അവസാനം പറയാണ്, എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സിന്റെയും ഫലത്തിനെ ഭുജിക്കുന്നത് ഈ ജീവനല്ല, ഉള്ളിലിരുന്നു കൊണ്ട് ഞാനാണ്. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം. സർവലോകങ്ങൾക്കും ഈശ്വരനായിട്ടുള്ളവനും യജ്ഞത്തിനും തപസ്സിനും ഒക്കെ മൂലകാരണമായിട്ടുള്ളവനുമായ ഞാൻ സുഹൃതം സർവഭൂതാനാം. അങ്ങനെയുള്ള ആളെ എവിടെ പോയി കണ്ടുപിടിക്കും? സർവഭൂതാനാം സുഹൃത്ത്. എല്ലാ പ്രാണികൾക്കും സുഹൃത്തായി, കൂട്ടുകാരനായി, അഥവാ ഹൃദയത്തിലിരിക്കുന്നവനായി, സുഹൃത്തിലിരിക്കുന്നവനായി, കൂടെ നടക്കുന്നവനായി, നമ്മളെ വഴി കാണിച്ചുകൊണ്ട് നടക്കുന്നവനായി. രക്ഷിഷ്യേ സർവതോഹം ത്വാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യതേ ഭവാൻ എന്നൊക്കെ ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞു. ഞാൻ കൂടെയിരിക്കാം, നിന്നെ രക്ഷിക്കാം, നിനക്ക് എന്നെ കാണാം, ഞാൻ രക്ഷിക്കുന്നത് നിനക്ക് കാണാം എന്നൊക്കെ. അങ്ങനെയൊക്കെ കൂടെ ഉള്ള സുഹൃതം സർവഭൂതാനാം. അങ്ങനെ ഭഗവാനെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ, കോൺസ്റ്റന്റ് ആയിട്ട് ആ സാന്നിധ്യത്തിനെ ഒരാൾ അനുഭവിച്ചു തുടങ്ങിയാൽ ശാന്തി മൃച്ഛതി. കുട്ടികളെ കണ്ട്, ചെറിയ കുട്ടികൾക്ക് അമ്മ അടുത്തുണ്ടെങ്കിൽ അവർ വളരെ കംഫർട്ടബിൾ ആയിരിക്കും, ശാന്തമായിരിക്കും. അതുപോലെ ഭക്തന് ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചു തുടങ്ങിയാൽ ശാന്തനാവും. ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി. ഭഗവാന്റെ സാന്നിധ്യം അറിഞ്ഞു തുടങ്ങുമ്പോൾ ഗോപസ്ത്രീകൾ കൃഷ്ണനെ അന്വേഷിച്ച് അവിടെ ഇവിടെ ഒക്കെ നടന്നു. സുഖബ്രഹ്മ മഹർഷി ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തിരി ചിരിച്ചു. ഗോപസ്ത്രീകൾ തുളസിയോടും അശോകത്തിനോടും ചമ്പകത്തിനോടും ഒക്കെ കണ്ണനെവിടെ എന്ന് ചോദിച്ചു നടക്കുമ്പോ ശ്രീ ശുകാചാര്യർ പറഞ്ഞു, ഇവരെ ആരെയാ അന്വേഷിക്കുന്നത്? പപ്രച്ചുഹു വനസ്പതീന് യോ ആകാശവത് അന്തരം ബഹിഹി ഭൂതേഷു സന്തം പുരുഷം. സകല പ്രാണികളുടെയും ഉള്ളിലും പുറത്തും ആകാശം പോലെ നിറഞ്ഞു നിൽക്കുന്ന പരമപുരുഷനെ ഉള്ള വനസ്പതികളോടും ചെടികളോടും പുഷ്പത്തിനോടും ഒക്കെ കണ്ണനെ കണ്ടുവോ എന്ന് ചോദിച്ചു നടക്കുന്നു. അങ്ങനെ ചോദിച്ചു നടക്കുന്നവർ ഒരിടത്തെത്തിയപ്പോ മുല്ലപ്പൂവിന്റെ ഗന്ധത്തോടുകൂടെ, ആ പരിമളത്തോടുകൂടെ കലർന്നു വരുന്ന അച്യുതന്റെ പരിമളം അനുഭവിച്ചപ്പോ ശാന്തരായി. കുന്തസ്രജഃ കുലപതേഹ ഇഹ വാതി ഗന്ധഃ. ആ ഭഗവാനുമായി സമ്മിശ്രമായിട്ടുള്ള മുല്ലപ്പൂ ഗന്ധം അനുഭവിച്ചു. എന്നുവെച്ചാൽ ഭഗവാനെ എങ്ങനെ മണക്കും? അച്യുതന്റെ ഗന്ധം എന്ന് വെച്ചാൽ എന്താർത്ഥം? അത് ഗന്ധമെന്നൊരു വാക്കു ഭഗവത് സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണ് ഭക്തൻ ശാന്തനാവണത്. ആ ഭഗവാൻ ഇവിടെ എവിടെയോ ഉണ്ട് എന്നാണ്, കൃഷ്ണൻ ഇവിടെ എവിടെയോ ഉണ്ട്. അപ്പോ അടുത്ത് ഭഗവത് സാന്നിധ്യത്തിനെ അനുഭവിക്കുമ്പോ, ആ സാന്നിധ്യ സുഖം ഏർപ്പെടുമ്പോ, ഭോക്താരം യജ്ഞതപസാം, നമ്മൾ ചെയ്യുന്ന തപസ്, നമ്മൾ ചെയ്യുന്ന നാമജപമൊക്കെ ഞാനല്ല ചെയ്യണത്, എന്റെ ഉള്ളിലിരുന്ന് ഭഗവാനാണ് ചെയ്യിപ്പിക്കണത്. അതിന്റെ ഫലം അനുഭവിക്കുന്നതും ഭഗവാനാണ്. ഞാനെന്ന് പറയുന്ന ഈ ശരീരം വെറും ഒരു യന്ത്രമാണ്. ഉള്ളിൽ ജപിക്കുന്നതും കൃഷ്ണനാണ്, ജപഫലം അനുഭവിക്കുന്നതും കൃഷ്ണനാണ്, യജ്ഞം തപസ്സൊക്കെ ചെയ്യിപ്പിക്കുന്നതും കൃഷ്ണനാണ്, അതിന്റെ ഭോക്താവും കൃഷ്ണനാണ്. എന്റെ സുഹൃത്തായി നിരന്തരം എന്റെ കൂടെ നടക്കുന്നു ഭഗവാൻ. ശാന്തി മൃച്ഛതി, ശാന്തമാവും. അപ്പോ ശാന്തി ഉണ്ടാവും ഈ ജീവന്. സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം
സർവപ്രാണിനാം പ്രത്യുപകാര നിരപേക്ഷതയാ ഉപകാരിണം സർവഭൂതാനാം ഹൃദയേശയം കർമ്മഫലാധ്യക്ഷം സർവപ്രത്യയസാക്ഷിണം മാം നാരായണം ജ്ഞാത്വാ ശാന്തിം സർവസംസാര ഉപരതിം പ്രാപ്നോതി. ആ നാരായണനെ അറിഞ്ഞിട്ട് ശാന്തി എന്ന് വെച്ചാൽ സമാധി എന്നർത്ഥം. ജ്ഞാനസമാധി ഹൃദയത്തിലുണ്ടാവും. ഭഗവാന്റെ സാന്നിധ്യത്തിനെ നിരന്തരം അനുഭവിക്കണം. നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ ഭഗവാനെ ഓർത്തുകൊണ്ട് നിരന്തരം നാമം ജപിക്കുക. നാമജപം ചെയ്യുമ്പോഴും ഞാൻ ചെയ്യല്ല, നാരായണൻ ഉള്ളിലിരുന്ന് ചെയ്യിപ്പിക്കുകയാണ്, കൃഷ്ണൻ ഉള്ളിലിരുന്ന് ചെയ്യിപ്പിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യണം. എന്നെ കൊണ്ട് ജപം ചെയ്യിപ്പിക്കുന്നതും കൃഷ്ണനാണ്, ആ ജപത്തിന്റെ ഫലം അനുഭവിക്കുന്നതും കൃഷ്ണനാണ്. കൃഷ്ണ സാന്നിധ്യം നിരന്തരം ഉണ്ട്. ഞാൻ വെറും ഒരു യന്ത്രമാണ്, ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ട്. യോഗക്ഷേമം വഹാമ്യഹം. ആ ഭഗവത് സാന്നിധ്യത്തിനെ അനുഭവിക്കുകയാണെങ്കിൽ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ശാന്തി, സമാധി, ഭഗവത് ധ്യാനം, അധ്യാത്മയോഗം കൈക്കൂടും. ശാന്തി മരിച്ചതി. ഇതിനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഇനി ജീവിക്കാം. ദൈനംദിന ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, വ്യവഹാര ജീവിതത്തിൽ ഭഗവാനെ ഭോക്താവാണെന്നും കർത്താവാണെന്നും നമ്മളുടെ സുഹൃത്താണെന്നും അറിഞ്ഞുകൊണ്ട് ജീവിക്കാം. ഭഗവാൻ എപ്പോഴും കൂടെയുണ്ടെന്ന് അനുഭവിച്ചുകൊണ്ട് ജീവിക്കാം. സർവകർമ്മ ഫലാധ്യക്ഷനായി സർവപ്രത്യയ സാക്ഷിയായി ഹൃദയത്തിലുണ്ടെന്ന് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക. നമ്മളുടെ ഉള്ളിൽ വരുന്ന ഓരോ ചിത്തവൃത്തികൾക്കും സാക്ഷിയായി അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമ എന്ന് ആ നാരായണൻ അന്തര്യാമിയായി സർവപ്രത്യയ സാക്ഷിയായിട്ടിരിക്കുന്നുണ്ടെന്നും നമ്മളുടെ കൂടെ ഭഗവാൻ ഉണ്ടെന്നും നമ്മളുടെ സുഹൃത്താണെന്നും അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ ശാന്തി ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും, ധന്യത ഉണ്ടാവും, പൂർണ്ണത ഉണ്ടാവും, ഭഗവത് പ്രാപ്തിയും ഉണ്ടാവും. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം